ഓടി വന്നുകൊണ്ട് ഉപ്പാ ഹാദാ തുറാബും മിൻ തുറാബിൽ ജന്ന, ഉപ്പാ സ്വർഗത്തിലെ മണ്ണാണ് ഉപ്പാ. ഫതബസ്സമാ, ലുഖ്മാൻ തങ്ങൾ പുഞ്ചിരിക്കുകയാണ് സന്തോഷം കൊണ്ട്. മോനെ മിൻ ഐന ജിഅത ബിഹി, മിൻ ഐന ജിഅത ബിഹി, കരളേ എവിടെ നിന്നാ ഈ സ്വർഗത്തിലെ മണ്ണ് കിട്ടിയത്? ഉപ്പാ മിൻ തഹ്തി ഖദമി ഉമ്മി, മിൻ തഹ്തി ഖദമി ഉമ്മി. ഉപ്പാ എന്റെ ഉമ്മയുടെ കാലിന്റെ ചുവട്ടിൽ നിന്നാണ്. ഉപ്പാ എന്റെ ഉമ്മയുടെ കാല് എന്റെ സ്വർഗമാണ്. ഞാൻ ഇക്കുട്ടിയുടെ സ്വർഗത്തിൽ നിന്നാ കൊണ്ടുവന്നത്. മഹാനായ ലുഖ്മാൻ തങ്ങൾ ഖബ്ബലഹു ആനഖഹു, ആ കുട്ടിയെ അടച്ചു കുട്ടിക്കൊണ്ട് മോനെ ഉപ്പയോ അൽ വാരിദാരി ബാബാരി മിൽ അബ്വാബിൽ ജന്ന, കരളേ ഉമ്മയുടെ കാല് നിങ്ങളുടെ സ്വർഗമാണെന്നല്ലേ ഉറപ്പിച്ചിരിക്കുന്നത്. ഈ ഉപ്പാന്റെ കാലോ എന്റെ കരളേ, വാപ്പയും ഉമ്മയും സ്വർഗത്തിന്റെ കവാടങ്ങളാൻ. അൽ വാലിദാനി ബാബാനി മിൻ അബ്വാബിൽ ജന്ന, ഈ കാണുന്ന ഉമ്മയും ബാപ്പയും രണ്ടും സ്വർഗത്തിലെ കവാടങ്ങളാൻ. മോനെ ഉപ്പാനെ മറക്കരുതേ. ഉമ്മയെ മറക്കാത്തതുപോലെ ഈ വാപ്പയെയും മറക്കരുത്. എന്റെ ശബ്ദം കേൾക്കുന്ന ജ്യേഷ്ഠാനുജന്മാരെ, എത്രയെത്ര ആളുകളാ, ഓ എന്റെ ചെറുപ്പക്കാരാ, എന്തെങ്കിലും ചെറിയ വാക്ക് കേൾക്കുമ്പോ ഉമ്മാന്റെ മുഖത്ത് കൈച്ചൂണ്ട് സംസാരിക്കുന്നു, ഉമ്മയെ ചീത്ത പറയുന്നു, വാപ്പയെ ചീത്ത പറയുന്നു, ഉമ്മയെ അടിക്കാൻ പോകുന്നു. മഅദല്ലാഹ്, മോനെ മാതാവിനെ അടിക്കാൻ നീട്ടിയ കൈ അല്ലാഹു മാപ്പ് തരുമോ? പൊരുത്തപ്പിടിക്കടോ പോയിട്ട്. ഉമ്മാനെ അടിക്കണ്ട, ഉമ്മയെ അടിക്കല് പോയി ഉമ്മയുടെ മനസ്സ് പൊട്ടുന്നൊരു വാക്ക് പറഞ്ഞാൽ കാല് പിടിച്ച് പൊരുത്തപ്പെടിക്കുക. എന്റെ കുട്ടികളെ, ഞാൻ നിങ്ങളുടെ ആഖിറത്തിലേക്കുള്ള ജീവിതം നന്നാക്കിയെടുക്കാനുള്ള വഴി, നമ്മൾ എത്ര വലിയ അമൽ ചെയ്തോ ഉമ്മാന്റെ പൊരുത്തല്ലാതെ അങ്ങ് മരിച്ച ഒക്കെ കഴിഞ്ഞു. വാപ്പയുടെ പൊരുത്തമില്ലാതെ മരിച്ച പ്രയാസമാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും ശരി, അവരോട് നമ്മൾ വെറുത്തിട്ട് എന്ത് കിട്ടാനാ? ഒന്ന് പോയി പൊരുത്തപ്പിടിക്കുക, വേറെ വഴിയൊന്നുമില്ലല്ലോ. എത്ര ആളുകളാണ്. ഒന്നും കൂടെ ഞാൻ പറയട്ടെ, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിലേക്ക് ചൊല്ലിക്കോളൂ. ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരുണ്യത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികൾ മുഖേന പഠിപ്പിക്കുകയാണ്. മാമിൻ ബലദിൻ ബാർ, ഏതെങ്കിലും ഒരു കുട്ടി യൻദുറു ഇലാ വാലിദൈ നളറ റഹ്മാ, മോനെ നിന്നെ 10 മാസം നൊന്ത് പ്രസവിച്ച ഉമ്മ, നിന്നെ പോറ്റി വളർത്തിയ ഉപ്പയുണ്ടല്ലോ, ആ ഉപ്പയുടെ മാതാവിന്റെ പിതാവിന്റെ മുഖത്ത് പുഞ്ചിരിയോടെ ഒരു നോട്ടമങ്ങ് നോക്കിയാൽ, ദീനിന്റെ മക്കളെ, റഹ്മത്തിന്റെ ഒരു നോട്ടമങ്ങ് നോക്കിയാൽ, ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നദറത്തിൽ ഹജ്ജത്തൽ മബ്റൂറാ, കഅബാലയത്തിന്റെ കല്ല് പിടിച്ച് ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. നബി തങ്ങളാ പഠിപ്പിക്കുന്നത്. എവിടെയാണ് മക്കളെ ലോകമെത്തി നിൽക്കുന്നത്? ആ മാതാപിതാക്കളെ ചീത്ത പറഞ്ഞ് അടിക്കുന്ന ആളുകൾ നമ്മുടെ സമുദായത്തിൽ വന്നല്ലോ. നമ്മുടെ കുട്ടികൾ അല്ലാഹു നന്നാക്കട്ടെ. മാതാപിതാക്കളുടെ മുഖത്ത് സന്തോഷത്തിന്റെ ഒരു നോട്ടം നോക്കിയാൽ ഹജ്ജത്തൻ മബ്റൂറ, ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫല. ഇത് കേട്ടപ്പോ ഒരു സ്വഹാബി എഴുന്നേറ്റിട്ട്, യാ റസൂലല്ലാഹ്, നബിയേ, എന്റെ മാതാവിന്റെ മുഖത്ത് 100 പ്രാവശ്യം നോക്കിയാലോ, മിഅത ഹജ്ജ, നബി തങ്ങളെ മറുപടി 100 ഹജ്ജ് ചെയ്ത കൂലിയാ. എങ്ങനെയുണ്ട്? ഒരു സ്വഹാബി സന്തോഷം കൊണ്ട്, തങ്ങളെ
എൻ്റെ ഉമ്മയുടെയും വാപ്പയുടെയും മുഖത്ത് 100 വട്ടം നോക്കിയാലോ മക്കളെ 100 ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. അപ്പോ വഫീ റിവായത്തിൻ ഉഖ്റ വേറെ സ്വഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അവിടുന്ന് പറഞ്ഞു, നബിയേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, ഉമ്മയും ബാപ്പയും വളരെ മോശമാണ്, എന്നാലോ അവരെത്ര മോശമാണെങ്കിലും ശരി ആ മാതാപിതാക്കളുടെ മുഖത്തൊരു നോട്ടം നോക്കുന്നവർക്ക് അതേ 100 ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. അല്ലാഹു നമ്മളെ മാതാപിതാക്കളെ പൊരുത്തം പെടുത്തി തരുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, മരിച്ചുപോയ ഒരുപാട് ഉമ്മമാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മുടെ ഉമ്മമാർ അല്ലാഹു അവിടെ ഖബറുകളെ സ്വർഗ്ഗത്തോപ്പാക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, എത്ര മോശമായാലും ശരി അവരുടെ പൊരുത്തം സമ്പാദിച്ചാൽ അവരെ വേദനിപ്പിക്കുന്ന, അവരെ ബുദ്ധിമുട്ടിക്കുന്നൊരവസ്ഥ മക്കളെ നമുക്കരുത്. ചിലപ്പോഴൊക്കെ ചില ആളുകൾക്ക് ചിലപ്പോൾ തോന്നിപ്പോകും, 10 കൊല്ലം മുമ്പ് വഅദ് പറയുമ്പോൾ അന്നും ഇപ്പോഴുമുള്ള മാറ്റം വ്യാപക വ്യത്യാസമുണ്ട്. ഞാൻ വെറുതെ പറയല്ല. അന്നൊക്കെ വഅദിന് പോകുമ്പോൾ അഥവാ പല രംഗങ്ങളും കാണും. അക്കൂട്ടത്തിൽ ഞാൻ ഈ അടുത്ത് ഈ വടകരോടെ വന്നിട്ട് ഞാനൊരു പ്രസംഗിച്ചപ്പോൾ അവരോട് പറഞ്ഞു. അപ്പോൾ വഅദ് കഴിഞ്ഞപ്പോൾ പ്രായമുള്ളൊരു ഉപ്പ പറയാം, നിങ്ങൾ പറഞ്ഞ സത്യമൂല്യരെ, നിങ്ങൾ പറഞ്ഞ കാര്യം ഞങ്ങളൊക്കെ കാലത്ത് വല്ല രംഗം തന്നെയാണ്. എന്നിട്ട് അയാൾ കുറേ എന്നോട് വിവരിച്ചു. സംഭവം ശരിയാണ്. ഞാനൊരു ആചാര്യോട് ഒരു വിഷയം ചോദിച്ചു പറഞ്ഞു, അജരെ എന്താ നിങ്ങളുടെ കയ്യിലെ നൂല്? ഉസ്താദെ, വീട്ടിലേക്കൊരു ചെരുപ്പ് വേണം, നൂല് കൊണ്ട് അളവെടുത്ത് അങ്ങാടി പോവുകയാണ്. എങ്ങനെയുണ്ട്? മനസ്സിലായില്ല? നിങ്ങൾക്ക് മനസ്സിലായില്ല? വീട്ടിലെത്തി എന്നല്ല ഇവിടെ പറയാം. ഭാര്യയ്ക്ക് ഓരോ നാട്ടിലോരോ സ്ഥിതിയാണ്. ഇവിടെ ഭാര്യയ്ക്ക് വീട്ടിലെത്തി എന്നല്ല പറയാം. ഭാര്യ എന്ന് പറയും. ഓരോ നാട്ടിലിട്ടാ ഇവിടെ നിങ്ങൾ വിട്ടോക്കി. നിങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് പോയാൽ മംഗലാപുരം അപ്പുറത്ത് ചെന്നാൽ ഉപ്പിനങ്ങാടി അങ്ങ് എത്തിയാലോ അവിടെ ഭാര്യ എന്ന് പറഞ്ഞ പഞ്ചായത്തിൻ്റെ പേരാണ്. അവിടെ ഭാര്യ എന്നൊന്നും അറിയില്ല. ഞാനവിടെ അടുത്ത് വേദന വരുന്നു. എന്നിട്ട് അവിടെ പടച്ചവനെ ഭാര്യമാർക്ക് സുഖപ്രസവം കൊടുക്കല്ലാതായിരുന്നു. അപ്പോൾ എല്ലാവരും ചിരിക്കുക. അപ്പം ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, അതെന്താ ഉസ്താദെ ചോദിച്ചു. അപ്പോൾ ചോദിച്ചു, ഞാൻ പിന്നെ ഭാര്യമാർക്കൂടെ എന്താ പറയാ ചോദിച്ചു. ഇവിടെ ഉസ്താദെ ഇവിടെ ഭാര്യ പഞ്ചായത്തിൻ്റെ പേരാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇവിടെ ഭാര്യയ്ക്ക് എന്താ പറയാ? ഇവിടെ ഉസ്താദെ പെരിച്ചായി എന്നാ പറയാറ്. സുബ്ഹാനല്ലാഹ്. ഞാനങ്ങ് തോർന്നു, മക്കളെ, പടച്ചവരെ പെരിച്ചായികൾക്ക് സുഖപ്രസവം കൊടുക്കല്ലാ. എല്ലാവരും ആമീൻ പറഞ്ഞു. ഒരു കുഴപ്പമുണ്ടായില്ല. ഓരോ നാട്ടിലോരോ സ്ഥിതിയാണ്. ഇവിടെ നിങ്ങൾ പെരിച്ചായെന്ന് വിളിക്കരുതിട്ടാ, ഞാൻ കഴിഞ്ഞു കഥ. അപ്പൊ ഞാൻ പറയുന്നത്, വീട്ടുകാർക്കൊരു ചെരുപ്പ് വേണം, നൂല് കൊണ്ട് അളവെടുത്ത് അങ്ങാടി പോവുകയാണ്. അതോ ഭാര്യയ്ക്ക് ചെരുപ്പ് നൂല് കൊണ്ട് അളവെടുത്ത് ചെരുപ്പ് അളന്ന് അങ്ങാടി പോകുന്നു. അങ്ങനത്തെ ഒരു കാറുണ്ടായിരുന്നു 10 കൊല്ലം മുമ്പ്. ഈ കൂട്ടത്തിൽ കല്യാണം കഴിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് വയല് കെട്ട് വീട്ടിൽ പോയിട്ട് ഒരു നൂലൊരു കയറെടുക്കി. എന്നിട്ട് ഭാര്യയുടെ കാലിങ്ങനെ അളന്നു നോക്കി. എന്തേ വെച്ചു? നാളെ ചെരുപ്പ് വാങ്ങി തരാനാണ്. പത്തബസമത്ത്. അവളങ്ങ് ചിരിക്കും. എന്താ നീ ചിരിക്കുക? ഒന്നുമല്ല, അല്ലാഹു എനിക്ക് നൽകിയ ഒരു പൊട്ടനെ ഓർത്ത് ഞാൻ ചിരിക്കുന്നതാണ്. പറയൂലേ? 10 കൊല്ലം മുമ്പത് പറയൂലാൻ. ഞാൻ വെറുതെ പറയല്ല കേട്ടോ, വല്ലാത്തൊരു മാറ്റം തന്നെയാണ്. പിന്നെ അവരല്ലേ നിങ്ങൾ പോയി ചെരുപ്പ് കൊണ്ടുവന്ന് വീണ്ടും പോയി വീണ്ടും വരെ എന്തിനെത്ര പ്രാവശ്യം നടക്കുന്നു? ഞാനും നിങ്ങളെ കൂടെ അങ്ങ് വരാം, ഞാൻ കടൻ്റെ ബാക്കിൽ നിന്നോളാം. അപ്പം ഞമ്മക്കും തോന്നിപ്പോയി, നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ടണോ? അപ്പോൾ നമുക്ക് തോന്നി, നമുക്ക് കിട്ടിയൊരു മുത്ത് വല്ലാത്ത മുത്ത് തന്നെയാണ്. അല്ലോ, ഒരു മാണിക്കക്കല്ല്, ഇത്ര സ്നേഹമുള്ള പെണ്ണ് നമ്മൾ കൊണ്ടുപോയി. അവളുടെ ആ വളഞ്ഞ സംസാരം കേട്ടപ്പോൾ നമുക്ക് തോന്നി വലിയ സ്നേഹമുള്ള പെണ്ണാ. ഇത്ര തന്ത്രമുള്ള ജീവി വേറല്ല കേട്ടോ. ഞാൻ ഇവിടുത്തെ പെണ്ണല്ല, എത്യോപ്യയിലെ സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നത്. ഇവിടുത്തെ സ്ത്രീകൾ ഉമ്മമാരാരും വെറുക്കരുത്. ഇവിടുത്തെ ഒറ്റ ഉമ്മയെ ഞങ്ങൾ കരുതിയിട്ടില്ല, ഉസ്താമാരൊക്കെ ഇരുത്തിയാൻ പറയാം. ഞാൻ എത്യോപ്യയിലെ സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ പിന്നെന്താണ്, അങ്ങ് നമ്മൾ ആവേശത്തോടെ കൊണ്ടുപോയി. സുബ്ഹാനല്ലാഹ്, കൊണ്ടുപോയി കടന്റെ ബേക്കിൽ നിർത്തുന്നു. പിന്നെ നമ്മൾ ചെരുപ്പും ചെരുപ്പും ചാരിയൊക്കെ കൊണ്ടുവന്ന് അവളെ നോക്കി. രണ്ടുപേരും ഇഷ്ടപ്പെട്ട് രണ്ടുപേരും തിരിച്ചു വരുന്നു. ദീനിന്റെ പ്രിയപ്പെട്ട ദീനിന്റെ ചുണക്കുട്ടികളായ ചെറുപ്പക്കാരെ, 2 കൊല്ലം പിന്നിട്ടപ്പോ അവള് കടന്റെ ഉള്ളിലായില്ലേ, നമ്മളൊക്കെ കടന്റെ പുറത്തുമായില്ലേ. 2 കൊല്ലം പിന്നിട്ടപ്പോൾ അവർ ഷോപ്പിന്റെ ഉള്ളിൽ, നമ്മൾ ഷോപ്പിന്റെ പുറത്തുമായി. പിന്നെ 5 കൊല്ലം പിന്നിട്ടപ്പോഴാണ് നമ്മൾ വീട്ടിന്റെ ഉള്ളിലും അവൾ ഷോപ്പിന്റെ ഉള്ളിലായി.
ഞാൻ കൊയിലാണ്ടി ഒന്ന് പോയിട്ട് തരാം. എന്തേ? ഒന്നുമില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ. ഞാനും പറയാം, നിങ്ങളോട് ഇരുന്നോളൂ, നിങ്ങളെന്തിനാ? അപ്പുറത്തെ ആഴ്ചയുണ്ട്, ഇപ്പുറത്തെ കോയിച്ചുണ്ട്, പിന്നെ എന്തിനാ നിങ്ങളതൊന്നും? നിങ്ങൾ വിലയിരുത്തി ഞാൻ പറയുന്നത് യാഥാർത്ഥ്യം. അത് തെറ്റുണ്ടേ തിരുത്തിക്കാളി. ഇത് വലിയ അത്യാവശ്യമുള്ള കാര്യമൊന്നും തിരുത്താൻ പറ്റിയെന്നെ. അതങ്ങനെയല്ലേ? തിരുത്തിക്കോളും പിതാക്കളെ. എന്നിട്ടോ സുബ്ഹാനല്ലാഹ്, എന്നാലും നാട്ടുകാരെ, പയ്യോളി ഭാഗത്തുള്ള പൊന്നു പിതാക്കളെ, ഒരു 5 കൊല്ലം മുമ്പ് ഒരു പെണ്ണ് ഭർത്താവിന്റെ മുന്നിൽ നടക്കൂ. ഒരു പെണ്ണ് ഭർത്താവിന്റെ മുന്നിൽ നടക്കൂ ഇല്ല. അഥവാ നടക്കാൻ പറഞ്ഞാ നടക്കും, പെട്ടെന്ന് നടക്കാതെ ബസ് വരും. കൊള്ളണക്കി മനുഷ്യ എന്നെ നടത്തണ. ലജ്ജയായിരുന്നു. ഒരു പെണ്ണിന് ലജ്ജയുണ്ടോ? ഇപ്പോഴോ ഇപ്പൊ നമ്മളിങ്ങനെ ഡ്രസ്സും പറ്റില്ല. എവിടെ അവള്? അതാ 1 കിലോമീറ്റർ അപ്പുറത്തെത്തിയ അവള്. എന്താ ആവേശത്തിലറിയോ? ഇതാണോ അല്ലേന്ന് പ്രായമുള്ള കാരവന്മാർ വിലയിരുത്താൻ വേണ്ടി ഞാൻ പറയാം. ചെറുപ്പക്കാരെ നിങ്ങൾ ശ്രദ്ധിക്കും ചെയ്യാം. എന്നാലും മക്കളെ നമുക്ക് ക്ഷമിക്കാം. പണ്ടൊക്കെ ഒരു പെണ്ണ്, ആ പെണ്ണിന്റെ മുന്നിൽ പുരുഷൻ നടക്കും, ബാക്കിൽ പെണ്ണും നടക്കും. ഇപ്പോഴോ മുന്നിൽ പെണ്ണും നടക്കും, ബാക്കിൽ പുരുഷൻ. പെണ്ണിന്റെ കയ്യിൽ നല്ലൊരു ബാഗ്, പുരുഷന്റെ കയ്യിലോ കുട്ടിയാണ്. എല്ലാത്ത രംഗം. ഉസ്താമാർ എന്ത് വിചാരിച്ചു ശരി, പറയാതിരിക്കാൻ വയ്യ. ബാഗ് പറയാം. എന്നോട് സക്കാവിസ്താദ് വയലല്ലാത്തെന്ന് പറയരുത്, എന്നോട് പറഞ്ഞതാ വയലല്ലാത്തെന്ന് പറയരുത് എന്ന്. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, ഇത് കുറച്ച് പറയട്ടെ, ബാഗ് ഞാൻ പറയാം. എന്നിട്ട് ഈ പെണ്ണ് ബാഗ് പിടിച്ച് ലെഫ്റ്റ് റൈറ്റ് മോഡലാണ്, നമ്മളോ കുട്ടിനെ പിടിച്ച് കൊഫ്രൈറ്റ് മോഡൽ. നമ്മളും വല്ലാത്തൊരവസ്ഥ കണ്ടു. വിഷയാതെന്നല്ല കുട്ടികളെ, ചില ചെറുപ്പക്കാരടുത്ത് ചെന്ന് ഈ കുട്ടിനെ പിടിച്ച് അങ്ങ് നടക്കും. നിങ്ങൾ കോഴിക്കോട് പോയോക്കി, കുട്ടിനെ പിടിച്ച് അങ്ങ് നടക്കും. എന്നിട്ട് അടുത്ത് പോയിട്ട് ഒരു 10 റുപ്യാട്ടിക്ക് അവളോട് മരിക്കല കൂട്ടരേഖയോ 10 റുപ്യ. അപ്പൊ അവള് എന്തിനാ നിങ്ങൾക്ക് 10 റുപ്യ? ഒരു പാക്ക് വാങ്ങാൻ. അതിന് 5 റുപ്യ പോരെ. നമ്മളെ കാശ് അധ്വാനിച്ചത് അവളെ ബാഗിൽ. എന്നിട്ട് 10 റുപ്യ വെച്ചപ്പോൾ നമ്മളെ ഇരുത്തിപ്പൊരിക്കുക. വല്ലാത്തൊരവസ്ഥ. ഇവരെ നമ്മൾ അടിക്കാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ചിലപ്പോഴൊക്കെ അമ്മായി പോര് കാണുമ്പോ, ഒരു വീട്ടിലെ വല്ലാത്ത കലഹങ്ങൾ കാണുമ്പോ, ഉമ്മയും വേണ്ട വാപ്പയും വേണ്ട, മരിക്കലാണ് തുലയലാണ് നല്ലത് എന്നൊക്കെ തോന്നിപ്പോകും. എന്നാലും എൻ്റെ അനുജാ മോനെ അരുത്. ലാ യഖ്ബലുല്ലാഹു സർഫൻ വലാ അദ്ലാ. അല്ലാഹു ഒരു അമലും സ്വീകരിക്കില്ല. ഈ ഭാഗമൊന്ന് ശ്രദ്ധിക്കലാണ് മോനെ നല്ലത്. പോരുകാരണമായി പലതും നടക്കുമ്പോ, പല സംഭവങ്ങൾ കേൾക്കുമ്പോ, എന്റെ അനുജാ നല്ല രക്തത്തുടിപ്പുള്ള സമയമാണ്. ആ സമയത്ത് തോന്നിയേക്കാം, എന്തു ഉമ്മ എന്തു ഉപ്പ, എവിടെയെങ്കിലും പോകലാണ് നല്ലത്. അല്ലാഹു തആല കാക്കുമാറാവട്ടെ. ഞാൻ ആ വിഷയത്തില് 2-3 സീഡികൾ തന്നെ ഇറക്കിയിട്ടുണ്ട്. ഗൾഫുകാരന്റെ പ്രവാസിയുടെ കണ്ണുനീര് ആര് കാണാനുണ്ട്? 2-3 സീഡികൾ തന്നെ ഇറക്കിയിട്ടുണ്ട്. ഞാൻ ആ വിഷയത്തിൽ ആ സീഡികൾ 2-3 അനുഭവങ്ങൾ ഞാൻ കൊടുത്തത് ചിലപ്പോൾ നിങ്ങളൊക്കെ കേട്ട് കാണും. അത് ഗൾഫിലുള്ള ചെറുപ്പക്കാരുടെ അവസ്ഥയാണ്. ആ വിഷയത്തിൽ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പറയേണ്ടി വരിക. കൽബ് പൊട്ടി നടക്കല്ലേ. ഗൾഫുകാരെ നടത്തം കണ്ടാൽ നമുക്കങ്ങ് തോന്നും, അവർ നല്ല, അവരെ മനസ്സിൽ എന്തെല്ലാം പ്രയാസങ്ങളാണ്. കൂടുതലും വീട്ടിലെ കുടുംബത്തിലെ പ്രശ്നങ്ങളാണ്. ഞങ്ങൾക്കും ഉസ്താദുമാർക്കൊക്കെ പരിചയമുള്ള, എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ പരിചയമുള്ള സഹോദരൻ ജിദ്ദയിലെ സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരു പ്രവർത്തകനാണ്, നല്ലൊരു പ്രവർത്തകൻ. ഒരിക്കൽ അസ്ർ നിസ്കരിക്കാൻ വേണ്ടി ഒരു പള്ളിയിൽ വെച്ച് കണ്ടുമുട്ടി. അപ്പോൾ ഒരു സഞ്ചി പിടിച്ച് അങ്ങനെ വരുന്നുണ്ട്. എന്തടോ വെച്ചു. അപ്പോൾ പറയും, ഉസ്താദേ വൈകുന്നേരം വരെ നടന്നിട്ട് 12 റിയാലാ കിട്ടിയത്. കടല വെക്കുക ജോലി. 12 റിയാലാ കിട്ടിയതെന്നറിയി ചെറുപ്പക്കാരെങ്ങനെ കരയാ. എനിക്ക് 2 പെങ്ങളെ കെട്ടിക്കാനുണ്ട്, ഉപ്പാക്കൊന്നൊരു ഗതിയില്ല. അങ്ങനെ ഞാൻ എത്തിപ്പെട്ടതാ. ജോലിയില്ല, കടല വെക്കുകയാണ്. ഇടക്ക് പോലീസിനെ കണ്ടാ ഓടും. അങ്ങനെ ഓടി 12 റിയാലാ കിട്ടിയത്. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ പിതാക്കളെ കരയ, വല്ലാത്ത കരച്ചിൽ. അങ്ങനെ ഞങ്ങൾ ചോദിച്ചു, എൻ്റെ കൂടെ കുറേ ആളുകളുണ്ട്, ഞങ്ങൾ ചോദിച്ചു, അല്ല നാട്ടിൽ നിന്ന് വന്നിട്ട് എത്രയായി? 6 കൊല്ലം കഴിഞ്ഞു. 6 കൊല്ലം കഴിഞ്ഞ് നാട്ടിൽ നിന്ന് വന്നിട്ട് മക്കളൊക്കെ ഉണ്ട്, ഒരു കുട്ടിയുണ്ട്. വരുമ്പോൾ ഭാര്യയ്ക്ക് ഗർഭമായിരുന്നു, മകനെ കണ്ടിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ എൻ്റെ ചെറുപ്പക്കാരെ ഞങ്ങൾ വല്ലാതെ വേദനിപ്പിച്ച രംഗം.
ഞങ്ങളെ റൂമിൽ കൊണ്ടുപോയി ഒരു കേസ്, നാട്ടിൽ നിന്ന് വന്നൊരു കേസറ്റ് കേൾപ്പിച്ചു. അപ്പം എന്താ ഉപ്പാ, ഞാൻ 2ാം ക്ലാസ്സിലേക്ക് ജയിച്ചു ഉപ്പാ, ഒരു ബാഗ് കൊണ്ടുവരണം എനിക്ക്. അല്ലോ, ഒരു കുട്ടിയുടെ ആദ്യമായ കുട്ടി ഇങ്ങനെ സംശയിക്കും ഉപ്പാന്ന് വിളിച്ചിട്ട്. എൻ്റെ കൂട്ടുകാരെ, കൽബ് പൊട്ടില്ലേ? ജീവിതത്തിൽ കാണാത്ത മകൻ ഉപ്പാ എനിക്ക് വരുമ്പോൾ ഒരു ബാഗ് കൊണ്ടുവരണം. ഞാൻ 1ാം ക്ലാസ്സിൽ നിന്ന് 2ലേക്ക് ജയിച്ചു ഉപ്പാ. എന്താണ് ആ പദങ്ങളൊക്കെ? പിന്നെ ഉമ്മയുടെയും ബാപ്പയുടെ ഒക്കെ സംസാരങ്ങൾ കുറേയുണ്ട്. അത് കേട്ടപ്പോൾ ഈ ചെറുപ്പക്കാരന് ഈ കുട്ടിയെ കണ്ടിട്ടില്ലല്ലോ. 2ാം ക്ലാസ്സിലേക്ക് ജയിച്ച മകനെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതിനെ നാട്ടിൽ പോകാൻ ടിക്കറ്റ് എടുക്കാൻ കാശില്ല. അപ്പം ഞങ്ങളെ കൂടെ കുറേ വലിയ വലിയ ഉസ്താവന്മാരുണ്ട്. അവരൊക്കെ റൂമിലുള്ള ആളുകളോട് പറയുമ്പോൾ 50 റിയാൽ വീതം കൊടുക്കണം. ഈ കുട്ടിക്ക് 50 റിയാൽ വീതം. എന്നിട്ട് എന്ത് ചെയ്യുക? വല്ലപ്പോഴും ഈ മകന് വല്ലപ്പോഴും പോയി വന്ന് ജോലി ചെയ്ത് കാശുണ്ടെങ്കിൽ തരും, അല്ലെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കണം. സമ്മതിച്ചു. ഒരു ടിക്കറ്റ് എടുക്കാനുള്ള കാശ് കൊടുത്ത് ഈ കുട്ടി നാട്ടിലേക്ക് വരിക. എന്തൊരു സന്തോഷമാണ്. വരുമ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ചോദിക്കുക, ആരൊക്കെ കാണാൻ വരിക? നിങ്ങളെ കൊണ്ടുപോകാൻ ഇപ്പം ആരൊക്കെ വരും? അപ്പോൾ ഈ ചെറുപ്പക്കാരൻ, എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ, പിന്നെ എൻ്റെ 2 പെങ്ങന്മാരുണ്ടാവും, പിന്നെ എൻ്റെ മുസ്തഫ ഉണ്ടാവും. മുസ്തഫാറിന്റെ റസൂലുള്ളാഹിന്റെ ഹദ്റത്ത് പോയി പേരിട്ടാണ്. ഭാര്യ പ്രസവിച്ചു എന്ന് കേട്ടപ്പോഴേക്കും മദീനത്ത് പോയി പേരിട്ടാളാ. എൻ്റെ കുട്ടി ഉണ്ടാവും. ഓടിച്ചാടി അങ്ങോട്ടോടും ഇങ്ങോട്ടോടും. എന്നങ്ങ് കണ്ട ഉപ്പാന്ന് വിളിച്ചിട്ട് ബാഗ് കൊണ്ടെന്നോ ചോദിക്കും, എൻ്റെ കൈ പിടിക്കും. എന്തൊരാവേശാണ്. പിന്നെ എൻ്റെ ഭാര്യ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. എൻ്റെ നാട്ടുകാരെ, ഈ ചെറുപ്പക്കാരന് നാട്ടിലെത്തി നോക്കുമ്പോൾ, കരിപ്പൂരെത്തി നോക്കുമ്പോൾ ലഗേജ് എടുക്കേണ്ടതല്ല. എൻ്റെ കുട്ടി പുറത്ത് ഓടുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടോ, ഒരു പ്രത്യേക താല്പര്യമല്ലേ? പൊന്നു പിതാക്കളെ, ഉള്ള ലഗേജും വലിച്ച് പുറത്തേക്ക് വരുമ്പോ ഉമ്മയുണ്ട്, വാപ്പയുണ്ട്, പെങ്ങന്മാരുണ്ട്. ഈ പ്രിയപ്പെട്ട കരളായ മുസ്തഫയില്ല, ഭാര്യയെ കാണാനില്ല. ഈ ചെറുപ്പക്കാരന്റെ കൽബ് വെട്ടിപ്പോയി. എന്തിനാണ് പടച്ചവരെ നാട്ടിലേക്ക് വന്നത്? നേരെ വാഹനത്തിന്റെ ജീപ്പിന്റെ അടുത്തെത്തുമ്പോ ഉമ്മ പറയ, മോനെ അവിടൊക്കെ പറഞ്ഞുകൂട്ടിയത് കേൾക്കണോ? ഈ ചെറുപ്പക്കാരൻ, ഉമ്മ വീട്ടിലെത്തിയിട്ട് പറഞ്ഞാ പോരെ, എൻ്റെ കുട്ടിനെ കണ്ടില്ലല്ലോ ഉമ്മ. ഉപ്പാന്ന് വിളിച്ചെൻ്റെ കൈപ്പിടിക്കും വിചാരിച്ചെൻ്റെ മകൻ കണ്ടില്ലല്ലോ. ആ കുട്ടിയങ്ങ് ബോധം കെട്ട് വീടുക. അമ്മായി പോരാ കാണിക്കുന്നത്. നാട്ടുകാരെ, ഈ പെണ്ണിനെയും കുട്ടിയെയും കൊണ്ടുവന്നിട്ടില്ല, അമ്മായി പോരുകൊണ്ട്. അത് കാണുമ്പോ എൻ്റെ ചെറുപ്പക്കാരാ, ഉമ്മ വേണ്ട, വാപ്പയും വേണ്ട എന്ന് തോന്നിപ്പോകും. മോനെ അരുത്. എന്നാലും ഇസ്ബിറു വസ്വാബിറു, ക്ഷമിക്കുക. നമ്മളെ ഉമ്മല്ലേ, എന്തൊക്കെ പറഞ്ഞാലും പാവം ഉമ്മയല്ലേ. ആ ഉമ്മ അവിടെ മനസ്സ് വളരെ ലൈഫാണ്. നമ്മൾ അഫ്വ് ചെയ്യുക. ചിലപ്പോ വെറുപ്പങ്ങ് വരും. എൻ്റെ മോനെ, ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നത്, ആ ഘട്ടത്തിലും ഉമ്മയെ കൈയൊഴിക്കല്ല. മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഠിപ്പിക്കുകയാണ്. ആ പാവപ്പെട്ട നമ്മുടെ അടിസ്ഥാനം, അതേ നമ്മുടെ മാതാപിതാക്കൾ, അവരാണ് നമ്മുടെ എല്ലാ വിജയത്തിന്റെ കവാടവും. അവരെ കൈയൊഴിക്കരുതേ, ആ പാവങ്ങളെ മറക്കരുതേ. ഞാൻ എൻ്റെ സദസ്സിലുള്ള ചെറുപ്പക്കാരോട്, കുട്ടികളെ നിങ്ങളോട് പറയട്ടെ, എൻ്റെ അനുജന്മാരെന്ന നിലക്ക് നിങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളായി ഞങ്ങളെയും കാണുക. നിങ്ങളെ ഞങ്ങൾ സഹോദരങ്ങളായി കാണുന്നു, ഞങ്ങളെ നിങ്ങളും സഹോദരങ്ങളായി കാണുക. ആ നിലക്ക് കുട്ടി ഈമാനുള്ള ജ്യേഷ്ഠാനുജന്മാരെ പറയട്ടെ, ഒരു നിർണായക ഘട്ടത്തിലാണ് ഉമ്മയുടെയും ബാപ്പയുടെയും അവസ്ഥ അറിയാം. മോനെ, നീ 10 കൊല്ലം ഉമ്മയോട് മിണ്ടാറില്ല, 10 കൊല്ലം ഈ ഇരിക്കുന്ന വാപ്പയോട് മിണ്ടാറില്ല. ആ സമയത്താണ് നിന്നെ പോലീസ് പിടിച്ചു എന്ന് കേൾക്കുമ്പോ മാതാവിന്റെ മനസ്സ് പൊട്ടില്ലടോ. ആ ഉമ്മ ഓടിപ്പോകും ഉസ്താദുമാരുടെ അരികിലേക്ക്. പള്ളിയിലെ ഉസ്താദുമാരുടെ അരികിൽ വന്നു, ഉസ്താദേ, എന്റെ കുട്ടിയെ പോലീസ് കൊണ്ടുപോയിട്ടുണ്ട്. 10 കൊല്ലം തിരിഞ്ഞു നോക്കാത്ത മകനെ പിടിച്ചാലും ഉമ്മാന്റെ മനസ്സലിയില്ലേ? മക്കളെ, ഇതാണ് നമ്മുടെ ഉമ്മ. ആ പാവങ്ങളെ കൈയൊടിക്കുന്നൊരവസ്ഥ ഉണ്ടാക്കരുതേ. കണ്ടോ,
അങ്ങ് അകലെയായി ഒരു ചെറുപ്പക്കാരൻ, ഏകയുള്ള മകനാണ്. ആ മകൻ ഉമ്മയോട് പിടങ്ങി, വാപ്പയോട് പിടങ്ങിയിട്ട്, മലപ്പുറം ജില്ലയിലൊരു ഭാഗത്തുള്ള കഥയാണ് പറയുന്നത്. മാതാപിതാക്കളോട് പിടങ്ങിയിട്ട് ആ ചെറുപ്പക്കാരനങ്ങ് ഗൾഫിലേക്ക് പോകുക. അവിടുന്ന് ഭാര്യ വീട്ടിൽ പോയി താമസിച്ച് അവിടെ നിന്നതാ വിസ കൊണ്ടുവന്ന് അളിയന്മാര് വിസ അയച്ചു കൊടുത്തു. ആ ചെറുപ്പക്കാരൻ ഗൾഫിലേക്ക് പോകുന്നു. അയൽവാസികൾ വന്നിട്ട് പറയാ, ഞങ്ങളുടെ മകൻ ഗൾഫിലെത്തിയല്ലോ. പെറ്റ ഉമ്മയോടൊരു വാക്ക് മിണ്ടിയിട്ടില്ല, പ്രായം ചെന്ന ഉപ്പയോട് മിണ്ടിയിട്ടില്ല. മോനെ, ഉമ്മ പറഞ്ഞതെന്താണെന്നറിയോ? എന്റെ കുട്ടിയോ, എന്റെ മകൻ ഗൾഫിൽ പോയോ? ആ ഉമ്മയതാ വുദുവെടുത്ത് ആ ഉമ്മ നിസ്കരിച്ചുകൊണ്ട് ദുആ ചെയ്യുന്നത്. പഠിച്ചവരെ, എന്റെ കുട്ടി കണ്ണെത്താത്ത ദൂരത്ത് പോയിരിക്കുന്നു. എന്റെ മകനതാ ഗൾഫിലേക്ക് എത്തിയിരിക്കുന്നു. ആ കുട്ടിക്ക് നല്ല ജോലി കൊടുക്കണേ അല്ലാ. ഈ ഉമ്മയെ കൈയൊടിക്കുന്ന മോനെ, നിന്നെക്കാളും നന്ദി കെട്ടവൻ ആരാ? എന്റെ അനുജാ, നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്ക്. തിരിഞ്ഞു നോക്കാത്ത മകൾ ഗൾഫിലേക്ക് പോയ വിവരം പറയുമ്പോ, എന്റെ മകന് നല്ല ജോലി കൊടുക്ക റബ്ബേ. എന്റെ കുട്ടിയൊരു അപകടത്തിലും പെടുത്തല്ല അല്ലാ. എന്റെ കുട്ടി നന്നായി തിരിച്ചു വന്ന് എന്നെ കാണാനും എനിക്ക് എന്റെ മകനെ കാണാനും തൗഫീക്ക് കൊണ്ട് അല്ലാ. ഈ മാതാപിതാക്കളെ കൈയൊടിക്കാൻ പറ്റുമോ? എന്റെ കൂട്ടുകാരെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, അവനതാ ഗൾഫിൽ പോകുന്നു. നന്ദി കെട്ടവൻ തന്നെയാണ്. അവൻ ഗൾഫിലേക്ക് പോകുന്നു. 2 കൊല്ലമായി ഉമ്മാക്കൊരു ഫോൺ ചെയ്തിട്ടില്ല, വാപ്പയെ വിളിച്ചിട്ടില്ല. 2 കൊല്ലം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്നു. 6 മാസത്തോളം ഈ ഗൾഫുകാരനായ മകൻ താമസിച്ചു ഭാര്യ വീട്ടിൽ. നാട്ടുകാരൊക്കെ പറഞ്ഞു, ഉമ്മയോട് മകൻ വന്നിട്ടുണ്ട്. എന്റെ കൂട്ടുകാരെ, ഉമ്മ ചെയ്യുന്ന രംഗമെന്താണ്? രാത്രി ഉറക്കമൊടിച്ചിട്ട് വാതിലിന്റെ അരികിൽ പലകയിട്ട് ഇരിക്കുകയാണ്. എന്റെ കുട്ടി വാപ്പ ഉറങ്ങിയിട്ട് എന്നെ കാണാൻ വരും, വാപ്പ ഉറങ്ങിയിട്ട് ഉമ്മാനെ കാണാൻ വരും. ഈ ഉമ്മാക്ക് ഉറക്കമുണ്ടോ? ഈമാനുള്ള മുസ്ലിമേ, നമ്മുടെ ഉമ്മ ഉറങ്ങുമോ നമ്മെ കാണാതെ? അങ്ങനെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ. അപ്പോഴാണ് അതേ ഉച്ച സമയത്ത് പിറ്റത്തെ ദിവസം ദുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് വാപ്പ വന്ന് വല്ലാത്ത കരച്ചിൽ, കഞ്ഞു കുടിക്കാനിരിക്കുമ്പോ ഉപ്പ കരയുന്നു. എന്തിനാ ഉപ്പ കരയുന്നത്? പള്ളിയിൽ വെച്ച് മകന്റെ അമ്മോശൻ പറഞ്ഞിട്ടുണ്ട്, നല്ല കള്ളിത്തുണിയും ഗൾഫിന്റെ കള്ളിത്തുണിയും നല്ല തൊപ്പിയൊക്കെ ധരിച്ച് അമ്മോശം വന്നിരിക്കുക. അപ്പൊ വാപ്പ കേൾക്കാൻ വേണ്ടി അമ്മോശം പറയുന്നത്, എന്റെ മരുമകൻ കൊണ്ടുവന്ന തുണിയാ, ഇതെന്റെ മരുവൻ കൊണ്ടുവന്ന തുണിയാ. ഈ തൊപ്പി, ഈ കുപ്പായ ഫീസൊക്കെ മരുവൻ കൊണ്ടുവന്നതാ. സ്വന്തം വാപ്പ ഇതാ തൊട്ടരികിൽ ഇരിക്കുന്നു. കൽബ് പൊട്ടില്ലേ? തുന്നിപ്പിടിച്ച തുണി ധരിച്ച് നിസ്കരിക്കാൻ തുണിയില്ലാതെ വിഷമിക്കുന്ന ഉപ്പ. എടോ മോനെ, അമ്മോഷന് കൊടുത്തോ? എന്തേ വാപ്പാക്കൊരു തുണി കൊടുത്തുകൂടെ? നിന്റെ ഉപ്പല്ലേ, ആ ഉപ്പാക്കൊരു തുണി കൊടുത്തുകൂടെ? കൊടുക്കുന്നില്ല. ഈ വാപ്പ വന്ന് ഉമ്മയോട് പറഞ്ഞ് കരയാ, നിന്റെ കുട്ടി വന്നിട്ടേ അമ്മോശന് തുണി കുപ്പായൊക്കെ കൊടുത്തിട്ടുണ്ട്, എനിക്ക് ആരെങ്കിലൊക്കെ ഒരു കുപ്പായ ഫീസ് തരും എന്ന് പറഞ്ഞ് വാപ്പ കരയാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കുട്ടി വീണ്ടും അതാ ഗൾഫിൽ പോകുന്ന വിവരം അറിയുന്നത്. ഞാനത് നീട്ടുന്നില്ല. 2 കൊല്ലം കഴിഞ്ഞിട്ട് അമ്മോശന്റെ കയ്യിൽ സ്ഥലമെടുക്കാനുള്ള കാശ് കൊടുത്ത് സ്ഥലമെടുത്ത് വീടിന്റെ പടിയൊക്കെ തുടങ്ങി. 5 കൊല്ലം കൊണ്ട് നല്ലൊരു ഭംഗിയുള്ള വീടെടുത്തു. മുസ്ലിമേ, ആ വീടെടുക്കുന്ന സമയത്ത്, ഉദ്ഘാടന സമയത്ത് മുഴുവൻ നാട്ടുകാരും വിളിച്ചു വരുത്തി. ഉമ്മയെ വിളിച്ചിട്ടില്ല, വാപ്പയെ വിളിച്ചിട്ടില്ല. മനുഷ്യ, മനസ്സ് വിട്ടില്ലേ? മാതാപിതാക്കളോട് മിണ്ടാതെ തങ്ങന്മാരെ വിളിച്ചു, ആലിമീങ്ങളെ വിളിച്ചു. പ്രിയപ്പെട്ട ഉമ്മ വന്നിട്ട് ആ വീട്ടിലങ്ങ് കാരിക്കൊണ്ട് തീ പിടിപ്പിക്കുന്ന ബറക്കത്ത് ഇനി ആര് വന്നിട്ട് കിട്ടാറുണ്ടോ? എന്റെ ചെറുപ്പക്കാരെ, സാദാത്തുക്കൾ റസൂലുള്ളാഹിന്റെ മക്കളാണ്. ആലിമീങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ അനന്തരാവകാശികളാണ്. അവരുടെ മേഖല വേറെ ഒന്നാണ്. പെറ്റ ഉമ്മയെ മാറ്റിവെച്ചിട്ട്
ഉമ്മയെ വിളിക്കാതെ മറ്റാര് കൊണ്ടുവന്നാലും ആ വീട്ടിൽ ബറക്കത്തുണ്ടോ? ഉമ്മയും ബാപ്പയും ഇവിടെ ബിരിയാണി വെച്ച് വിളമ്പുമ്പോ ഇപ്പുറത്ത് കഞ്ഞി കുടിക്കുകയാണ് മാതാപിതാക്കൾ, സാധുക്കള്. ഞാൻ പറഞ്ഞു വരുന്നത്, വീടിരിക്കലും കുടിയിരിക്കലൊക്കെ കഴിഞ്ഞു. അപ്പോഴാണ് വലിയൊരു അപകടം. നിങ്ങളൊക്കെ കേട്ട് കാണും, മലപ്പുറം ജില്ലയിൽ പൂക്കിപ്പറമ്പി എന്ന സ്ഥലത്തൊരു ബസ് അപകടമുണ്ടായത്. നമ്മുടെ ഉസ്താദിന്റെ നാടിന്റെ തൊട്ടടുത്താണ് ബസ് അപകടമുണ്ടായ. അന്ന് ഞാൻ ആ ഭാഗത്ത് ജോലി ചെയ്യുന്നു. പൂക്കിപ്പറമ്പ്, വെന്നിയൂര് പൂക്കിപ്പറമ്പി എന്ന സ്ഥലത്ത് വലിയൊരു ബസ് അപകടമുണ്ടായി. അവിടെ നിന്ന് കരിയുന്നൊരവസ്ഥ. ധാരാളം ആളുകൾ മരണപ്പെട്ട സ്ഥലമാണ്, രംഗമാണ്. ആ കൂട്ടത്തിൽ ഈ 4-5 കൊല്ലമായി മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാത്ത മകൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഈ കുട്ടിയതാ പിടയുമ്പോ അയൽവാസികൾ ഓടി വന്നിട്ട്, ഉമ്മാ നിങ്ങളുടെ കുരുത്തക്കേട് തട്ടിയിട്ടുണ്ട് മകന്. അവൻ വീടെടുത്തപ്പം മിണ്ടിയില്ലല്ലോ, അവന് കുരുത്തക്കേട് തട്ടിയിട്ടുണ്ട്. എന്റെ പൊന്നു മക്കളെ, എന്റെ ജ്യേഷ്ഠാനുജന്മാരെ, ആ ഉമ്മ ചോദിക്ക, എന്തേ എന്റെ കുട്ടിക്ക് പറ്റിയത്? അതാ ഇന്ന സ്ഥലത്തൊരു അപകടത്തിൽപ്പെട്ട് നിങ്ങളുടെ മകനിങ്ങനെ റോട്ടിൽ കിടന്ന് പിടയുന്നുണ്ട്. ഈ ഉമ്മ എഴുന്നേറ്റിട്ട്, എന്റെ കുട്ടിയോ, എന്റെ മോനോ, ഓ എന്റെ കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ ഉമ്മ. ആ ഉമ്മയെ കൈയൊഴിക്കാൻ പറ്റുമോ? ഓടി വരുന്നു. പിടയുന്ന മകനെ കണ്ട് തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയി വെള്ളം കൊണ്ടുവന്ന് ആ മകന്റെ വായിലേക്ക് വെള്ളമങ്ങ് വെച്ചു കൊടുക്കുമ്പോ, ആ മകന്റെ വായിലേക്ക് വെള്ളം വെച്ചു കൊടുക്കുമ്പോ കണ്ണങ്ങ് തുറക്കുന്നു. ഉമ്മാ, മോനെ ഉമ്മയാണോ? ഈ പ്രായം ചെന്ന ഉമ്മ കൽബ് പൊട്ടുന്ന മനസ്സോടെ, മോനെ ഉമ്മയാണടാ, ഉമ്മ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം, ഉമ്മ പൊരുത്തപ്പെട്ടു തരണം. എന്റെ അനുജന്മാരെ, ചെറിയ കുട്ടികളെ, ആ ഉമ്മ പറഞ്ഞ മറുപടി എന്തറിയോ? ആ കുട്ടിന്റെ തല ഇങ്ങനെ പൊക്കി ഉമ്മാന്റെ മടിയിൽ വെച്ച് ആ കുഞ്ഞിന്റെ മുഖത്ത് ചുംബനം അർപ്പിച്ച്, മോനെ ഉമ്മ പൊരുത്തപ്പെട്ടു തന്നു, മോനെ ഉമ്മ പൊരുത്തപ്പെട്ടു തന്നു. ഇതാണ് നമ്മുടെ ഉമ്മ കേട്ടോ. ആ ഉമ്മയെ കൈയൊടിക്കുന്ന മോനെ, ആഖിബത്ത് കേടുവരില്ലേ? നമ്മുടെ ആഖിറും നഷ്ടപ്പെടില്ലേ? അതുകൊണ്ട് ശബ്ദം കേൾക്കുന്ന ജ്യേഷ്ഠാനുജന്മാരെ, മാതാപിതാക്കളോട് പിടങ്ങുന്നൊരവസ്ഥ വേണ്ട. കണ്ണട യഹ്റുമുൽ ഹജ്റു തുർഫത ഐൻ, കണ്ണടച്ച് തുറക്കുന്ന സമയം അവരോട് പിടങ്ങിയാൽ നമ്മുടെ എല്ലാം നഷ്ടപ്പെട്ട് ദുനിയാവും പോയി ആഖിറും പോയി. അല്ലാഹു കാക്കുമാറാവട്ടെ, അല്ലാഹു കാക്കുമാറാവട്ടെ. കൂട്ടത്തിൽ ഞാൻ പറയുന്ന ജ്യേഷ്ഠാനുജന്മാരുണ്ടല്ലോ, സാധുക്കളാ, നമ്മുടെ രക്തല്ലേ, എന്തൊക്കെ പറഞ്ഞാൽ അവരോടും പടങ്ങരുത്. ജ്യേഷ്ഠാനുജന്മാര് തമ്മിൽ, ജ്യേഷ്ഠൻ അനുജനോട്, അനുജൻ ജ്യേഷ്ഠനോട്, കഴിഞ്ഞ സക്കാവിസ്താ ഞങ്ങളൊക്കെ ഹജ്ജിന് അങ്ങനെ ഗ്രൂപ്പിലൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകും. അതുപോലെ നമ്മുടെ ഉസ്താദൊക്കെ പോകാറുണ്ട്, ഞങ്ങളെല്ലാവരും പോകാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഹജ്ജ് കഴിഞ്ഞിട്ട് ജിദ്ദയിലേക്ക് ഒരു വിഷയത്തിന് പോകേണ്ടി വന്നു. അന്ന് ഇത് പറയുന്നത് ഏതെങ്കിലും ഒരു അനുജന്റെ ഹൃദയത്തിൽ ജ്യേഷ്ഠനോട് ഒന്ന് കൈപ്പിടിക്കാൻ, മോനെ നാളെ സുബഹിക്ക് നീട്ടിവെക്കരുത്. വെറുതെ ബാഗ് പറഞ്ഞതുകൊണ്ട് കേട്ടതുകൊണ്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ പോയി തങ്ങന്മാരെയും ഉസ്താദുമാരൊക്കെ വിളിച്ചൊരു റൂമിലേക്ക്. അപ്പോൾ നല്ല ചെറുപ്പക്കാരൻ, നല്ല ബിസിനസ്, ബാബു മക്കയിലും ബാബു ഷരീഫിലൊക്കെ നല്ല കച്ചവടം നടത്തുന്ന ആളാണ്. സ്വന്തം ജ്യേഷ്ഠനെ ഒരു ബൂഫിയയിൽ അവിടുന്ന് ചെറിയ കടയിൽ 16 മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട്. 650 റുപ്യ റിയാല ശമ്പളമുള്ളത്. അങ്ങനെ എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട്, ഈ ജ്യേഷ്ഠനോട് മിണ്ടിയിട്ടില്ല. അപ്പം ഞങ്ങളൊക്കെ വലിയ ഉസ്താദുമാരൊക്കെ ചെല്ലുക, ഞങ്ങളുണ്ട്, വലിയ വലിയ ഉസ്താദന്മാരൊക്കെ ഉണ്ട്. അങ്ങനെ അവർ ഇവൻ്റെ ഈ റൂമിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ നേരെ ജ്യേഷ്ഠൻ അപ്പുറത്തെ ഹോട്ടലിൽ ചോറ് ഒഴിക്കുന്നുണ്ട്. ഹോട്ടലിൽ നിന്ന് ഇങ്ങനെ 3.5 റിയാൽ കൊടുത്ത് ചോറ് ഒഴിക്കുന്നുണ്ട്. അപ്പം എന്താ, 5 റിയാൽ കൊടുത്ത ഒരു മീനിൻ്റെ കഷ്ണം കിട്ടും. അപ്പം മീൻ വാങ്ങാത്ത എന്തറിയോ, 2 പെൺകുട്ടികളെ കെട്ടിക്കാണ്ട്, 2 പെൺമക്കൾ കെട്ടിക്കാൻ 1.5 റിയാൽ മാറ്റി വെക്കുക. അപ്പം ഞങ്ങൾ ചോദിച്ചു, അനുജൻ്റെ വീട്ടിൽ നിന്ന് നല്ല സദ്യയല്ലേ? ഈ മനുഷ്യന്റെ കണ്ണിലിങ്ങനെ വെള്ളം വിളിക്കിട്ട് പറഞ്ഞു, അവൻ വിളിച്ചിട്ടില്ല, അവൻ എന്നോട് പറഞ്ഞിട്ടില്ല, ഞാൻ തൊഴിലാളിയാണ്, അവൻ മുതലാളിയാണ്. ആ വാക്ക് നോക്കി നിങ്ങൾ. പക്ഷേ ഞങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോൾ 3 കൊല്ലമായിട്ട് അനുജൻ ജ്യേഷ്ഠനോട് മിണ്ടൂല. എന്താ പ്രശ്നം എന്നറിയോ? അനുജൻ അവൻ്റെ തുണയത്ത ആളുകളോട് ഇരുന്ന്
ഓഫീസിൽ സംസാരിക്കുമ്പോൾ ജ്യേഷ്ഠനോട് കയറി ചെന്നത്രേ. കേൾക്കണം പ്രിയപ്പെട്ട മുസ്ലിമേ, നേരെ ജ്യേഷ്ഠന് കുറച്ച് പൈസക്ക് ചെന്നതാ. പക്ഷെ അവിടെ ചെന്ന് എന്താ അവരില്ലാത്തപ്പോൾ വന്നാൽ പോരെ. അപ്പൊ മറ്റുള്ളവർ ഇയാൾ ആലോചിച്ചപ്പോൾ ജ്യേഷ്ഠന്ന് പറയേണ്ടി വന്നു. അപ്പോൾ ഒരു കുറവ്, ഒരു തൊഴിലാളി ഒരു പഴയ കുപ്പായിട്ട് വന്നിട്ട് കാണുമെന്ന് വിചാരിക്കുക. പക്ഷേ ആ ജ്യേഷ്ഠൻ ഭക്ഷണം കടിച്ച് ഇറങ്ങുന്നു. റോഡൊന്ന് മുറിച്ചു കിടക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട പിതാക്കളെ അപകടത്തിൽപ്പെട്ട് ജ്യേഷ്ഠൻ മരിക്കുക. ഇനി അനുജം വന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? അനുജം വിഷയം അറിഞ്ഞു. പിന്നെ ജ്യേഷ്ഠന്റെ അടുത്തുനിന്ന് കരച്ചിലും കൂട്ടൊക്കെ. എന്ത് കരഞ്ഞിട്ട് ഫലം? എന്റെ അനുജാ, ആ ഇക്കയുടെ കൈയൊന്ന് പിടിച്ചുകൂടെ? നമ്മുടെ രക്തമല്ലേ, ഒന്ന് പിടിച്ചു മാപ്പ് ചോദിച്ചാൽ, ഒന്ന് പൊരുത്തപ്പെടിച്ചാൽ വിഷയം കഴിഞ്ഞല്ലോ. എന്താ, ഒന്ന് ജ്യേഷ്ഠനല്ലേ അടുത്തങ്ങ് കയറി ചെന്നാലും വീട്ടിലങ്ങ് പോയി പേര് ജ്യേഷ്ഠന്റെ വീട്ടിൽ പോയി ചായക്കൊന്ന് ഒന്ന് കുടിച്ചാൽ കഴിഞ്ഞു. പിന്നെ ജ്യേഷ്ഠനക്ക് ആ പകൊന്നും ഉണ്ടാവില്ല. ജ്യേഷ്ഠല്ലെങ്കിലേ വീട്ടിൽ പോയിട്ട് ചായക്ക് കുടിച്ചിട്ട് വരും. അപ്പം ജ്യേഷ്ഠൻ വരുമ്പോൾ പറയും, നമ്മളെ അനുജൻ വന്നിരുന്നു ഇവിടെ. ഭാര്യ പറയും, എന്തെന്നിട്ടാ വന്നിട്ട്? ചായക്ക് കുടിച്ചിട്ടാ പോയി. നല്ല വിശപ്പുണ്ട്, അവൻ ചായയും ചോറൊക്കെ കഴിച്ചിട്ടാ പോയത്. അതോടെ ജ്യേഷ്ഠന്റെ കറ കഴിഞ്ഞു. പിന്നെ എന്തിനാണിത് നീട്ടിവെക്കുന്നത്? നാളെ സുബഹിക്ക് ഞാൻ മരിച്ചാൽ എൻ്റെ കുടുംബത്തിൽ ആരോടെങ്കിലും ഞാൻ പടങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ബാധൊക്കെ വെറുതായില്ലേ? ഇരിക്കുന്ന നിങ്ങളൊന്നും ഇങ്ങനെ വിലയിരുത്തുക അല്ല. ഇനിയൊരു അനുജൻ വരുന്നില്ലേ? ജ്യേഷ്ഠ സഹോദര, അനുജന്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ടും പോകുക. അത് വണ്ടൊന്നുമല്ല, അങ്ങോട്ടൊന്ന് പോയി കൊടുക്കുക. അനുജന്റെ വീട്ടിലങ്ങ് പോയിട്ട് അവിടെ പോയി ഒരു ചായയും വെള്ളമൊക്കെ ഒന്ന് കുടിച്ചിട്ട് ആണ് വന്ന, നിങ്ങളൊക്കെ വന്നിരുന്നു. എന്തേ വന്നിരുന്നു? ആ ഇക്ക വന്ന് ഇവിടുന്ന് ചായയും ചോറൊക്കെ കഴിച്ചിട്ടാ പോയത്. അതോടെ അനുജന്റെ കാര്യം തീരും. ഇതെന്തിന് നീട്ടിവെക്കണം? മോനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊരുത്തപ്പെടാത്ത രംഗമാണ് ജ്യേഷ്ഠനും അനുജനും പിണങ്ങുന്നത്. ഒരു ദിവസം പോലും പിണങ്ങി നടക്കുന്ന ആ ജ്യേഷ്ഠാനുജന്മാരിൽ അല്ലാഹു ബറക്കത്ത് കൊടുക്കില്ല. അത് സൂക്ഷിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തി. നീട്ടുന്നില്ല, ഈ പ്രസംഗം നിർത്തട്ടെ. മലിക്കുൽ മുലൂക്കായ റബ്ബ് മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് സ്വാലിഹീങ്ങളിൽ സജ്ജനങ്ങളിൽ നമ്മയൊക്കെ പെടുത്തി തെരുമാറാവട്ടെ. ഒന്നും കൂടെ പറഞ്ഞൂടെ? ഒരു 5 മിനിറ്റും കൂടെ ഒന്നും കൂടെ പറയട്ടെ. ഇത് ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. എന്താണത്? നമ്മളിതൊക്കെ പറഞ്ഞു. ചില ഉപ്പാര് മക്കളോട് പടങ്ങുന്ന ഇപ്പൊ അങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ട്. ബാപ്പ പടങ്ങേണ്ടല്ലോ, മരിച്ചാ എന്റെ മുഖം കാണിച്ചു കൊടുക്കരുത്, ഞാൻ മരിച്ചാ മുഖം കാണിച്ചു കൊടുക്കരുത്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഭാഷയുള്ള ചില പിതാക്കളുണ്ട്. അത് ഞങ്ങളൊക്കെ ഈ ഹജ്ജ് ക്ലാസ്സിൽ എടുക്കുമ്പോൾ ഞങ്ങൾ പറയാറുണ്ട്. ഹജ്ജ് ക്ലാസ്സിൽ വെച്ച് ഞങ്ങൾ ഊന്നി പറയാറുണ്ട്. ബാപ്പ മക്കളോട് പടങ്ങനെ ഉണ്ടാകും. ഉപ്പ മക്കളോട് നിങ്ങളൊന്ന് സഹകരിക്കും ഇല്ലേ? നിങ്ങൾ പടങ്ങിയിട്ടുണ്ട്? ഇതല്ല, പടങ്ങരുതിട്ടാ, ഒരിക്കലും നിങ്ങൾ പടങ്ങരുത്. അനങ്ങിയ എന്ത് ചെയ്താലും ശരി. വാപ്പാക്ക് 78 വയസ്സായിട്ടുണ്ടോ, നടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, എന്നാലും ശരി മുണ്ടൂല. അപ്പൊ അഥവാ നിങ്ങളെ മക്കളല്ലേ, തിരിഞ്ഞു നോക്കൂല. മരിച്ചാലും മുഖം കാണിച്ചു കൊടുക്കരുതെന്ന് വാപ്പാന്റെ വസിയത്ത്. മരിച്ചാൽ മുഖം കാണിക്കുക. 10 ഹജ്ജ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ 25 ഹജ്ജ് ചെയ്തിട്ടുണ്ട്. എന്നാലും വാശുണ്ടല്ലോ. ഓ പിതാക്കളെ, നമ്മുടെ കുട്ടികൾ നേരത്തെ പറഞ്ഞു, അവരാണ് നമ്മുടെ ആഖിറത്തിലേക്കുള്ള മക്കൾ, അവരാണ് നമ്മുടെ എല്ലാം. പിടച്ചെന്നു കണ്ടാൽ കയ്യുയർത്തി നീ തേടണം, അതുമാത്രമല്ല ശരിക്ക് ഭരമേൽപ്പിക്കണം. നിനക്കുള്ള പ്രാർത്ഥന കൊണ്ടവർ വളരേണ്ടതാ. 2 മക്കളുണ്ട്, തൊപ്പി ധരിച്ച മക്കളാണ്. ആ മക്കളോട് വാപ്പ മിണ്ടിയിട്ട് കൊല്ലങ്ങളായിട്ടുണ്ട്. മക്കൾ ചെയ്ത തെറ്റ്, കല്യാണം കഴിച്ചപ്പോൾ ഉപ്പാനോട് പറഞ്ഞു, ഒരു വിസിറ്റ് വിസ എടുത്ത് ഇവരൊന്ന് കൊണ്ടുപോയിട്ട് 1 മാസം ഗൾഫിലൊന്ന് കൊണ്ടുപോയി കൊണ്ടുവരാം. അതോടെ ഉപ്പ പറഞ്ഞില്ലേ, നിന്നെ 3 തലാക്കും ചൊല്ലിയെന്ന്. മക്കളെ 3 തലാക്കും ചൊല്ലി. സാധാരണ ഭാര്യയുടെ തലാക്കൊക്കെ ചൊല്ലുന്നത്, ഇത് മക്കളെ തലാക്കല്ലേ വിടുന്നത്. 3 തലാക്കും ചൊല്ലി. എന്നിട്ടോ, ഞാൻ മരിച്ചാ എന്നെ മുഖം കാണിച്ചു കൊടുക്കരുതെന്ന് വസിയത്തു. അള്ളാഹു ഈ ഉപ്പാനെ വെറുതെ വിടുവോ? ഇതെന്താ കുട്ടിക്കളിയാ? ഇതാ നിലക്ക് കളിയൊന്നല്ലത്. ഈ മനുഷ്യനങ്ങ് വസിയത്ത് ചെയ്തു. അവസാന ഹജ്ജിന്റെ 4-5-6 മാസം മുമ്പ് 6 മാസം മുമ്പ് തുടങ്ങിയിട്ടുണ്ട് പരസ്പരം പൊരുത്തപ്പെടിക്കലും, എല്ലാവരും പൊരുത്തപ്പെടിക്കണം. കുടുംബത്തിലൊരൊറ്റ അംഗത്തോട് പടങ്ങിയിട്ട് ഹജ്ജ് ചെയ്താൽ അത് കള്ളുഷാപ്പ് കൊടുക്കുന്ന ഹജ്ജായി മാറും. അള്ളാഹുവിൻ്റെ അടുക്കൽ ഹജ്ജിയാകൂല, കള്ളുഷാപ്പ് കൊടുക്കുന്ന ഹജ്ജി എന്ന് പറയും. അള്ളാഹു നമ്മയൊക്കെ കാക്കട്ടെ.
ഹജ്ജിന് പോകുന്ന നിരവധി ആളുകളുണ്ട്. ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അവസാനം ബാർ തുടങ്ങിയെന്നത്. എന്താ ആളെ ജോലി? ആൾ കള്ളുഷാപ്പ് തുടങ്ങുന്ന ആള്. കള്ളുഷാപ്പ് തുടങ്ങിയ ഹാജിയാണ് നമ്മളെ കള്ളാജി. അങ്ങനെ കുറെ പറയും. കള്ളാജി, പെണ്ണാജി, അതുപോലെ തന്നെ മറ്റു പല ഹാജികളും. അള്ളാഹു പൊരുത്തപ്പെട്ടൊരു ഹാജി എന്ന് പറയില്ല. ഒരാളോടും വ്യക്തിപരമായുള്ള പ്രശ്നമുണ്ടോ അത് തീർത്ത് പൊരുത്തപ്പിടിച്ച് റാഹത്താക്കിയിട്ട് വേണം പോകാൻ. എന്നാൽ അൽഹംദുലില്ലാഹ് ആ പച്ചക്കുബ്ബ പിടിച്ചിട്ട് അങ്ങനെ ദ്വാരക്ക, ആ പച്ചക്കുബ്ബന്റെ ചുവട്ടിന്ന് അങ്ങനെ ദ്വാ ചെയ്യുക, ആ കില്ല പിടിച്ച് കഅബത്തിന്റെ കില്ല പിടിച്ച് അങ്ങനെ ദ്വാരുന്ന അള്ളാഹു അങ്ങനെ സന്തോഷത്തോടെ അതിൽ ജവാബ് കൊടുക്കും. അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ. അങ്ങനെ ഈ മനുഷ്യൻ 4-5 മാസം മുമ്പ് തന്നെ ക്ലാസുകൾ തുടങ്ങിയതാ പൊരുത്തപ്പെടിക്കാൻ. എല്ലാവരും പൊരുത്തപ്പെടിച്ച് ഹജ്ജിന് പോകുന്ന അന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തിയപ്പോൾ മക്കളുണ്ട്, മറ്റുള്ള ഭാര്യയും കുട്ടികളും എല്ലാവരും ഉണ്ട്. അപ്പം എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെടിക്കുന്നത്, കരയുന്നത്, ചിരിക്കുന്നൊക്കെ ഉണ്ട്. വളരെ സന്തോഷത്തിലെല്ലാം ചെയ്യിപ്പിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ കൂട്ടത്തില് ഈ 2 മക്കൾ ഞങ്ങളോട് ഒന്ന് പറഞ്ഞു, ഉസ്താദെ വാപ്പ മിണ്ടിയിട്ട് കുറെ കൊല്ലായി. വാപ്പ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മിണ്ടിയിട്ടില്ല. എന്നാണ്ടല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു മിണ്ടാട്ടം, മിണ്ടിയിട്ടില്ല. എന്താണ് ആ മക്കളുടെ വേദന അറിയോ? ഇത് ഞങ്ങളെ അനുഭവങ്ങൾ പറയാ, അതാണ് ഏറ്റവും വലിയ വിഷയം. അങ്ങനെ വാപ്പ മിണ്ടിയിട്ട് കുറെ കാലായി. വല്ല സ്ഥലത്ത് വെച്ചും ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് ഉപ്പാന്റെ മനസ്സറിയുമ്പോ അവിടെ വെച്ച് ഞങ്ങൾക്കൊന്ന് ഫോൺ ചെയ്യിപ്പിക്കണം. നിങ്ങൾ മനസ്സിലാകണ്ട ഞാൻ പറയണത്. എവിടെങ്കിലും ഉപ്പാന്റെ മനസ്സറിഞ്ഞ ഒരു ഫോൺ ചെയ്യിപ്പിക്കണം എന്നാണ്. നമ്പറും ഞങ്ങളുടെ കയ്യിൽ തന്നു. അങ്ങനെ എയർപോർട്ടിനുള്ളിലെത്തി. ജീവിതത്തിൽ ആദ്യമായി 5 വയസ്സുള്ളപ്പോ അതല്ലെങ്കിൽ 6 വയസ്സുള്ളപ്പോ മാർക്കം കടിച്ച ഉടനെ തന്നെ ഉപ്പാന്റെ കൈ പിടിച്ചങ്ങനെ പള്ളിയിൽ പോകും. നമ്മളൊക്കെ ഉപ്പാന്റെ കൈ പിടിച്ച പള്ളിയിൽ പോയി വാപ്പയതാ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നു ചൊല്ലിക്കൊണ്ട് നിസ്കരിക്കാൻ തുടങ്ങുമ്പോ എൻ്റെ കൂട്ടുകാരെ നമ്മളും തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി. പിന്നെ നമ്മുടെ കിബില ഉപ്പാന്റെ മുഖത്തായിരിക്കും. 5 വയസ്സുള്ളപ്പോൾ കിബില ഉപ്പാന്റെ മുഖത്ത് അങ്ങനെ നോക്കും. കാണുന്നവരുടെ മുഖത്തൊക്കെ നോക്കും. സുജൂദിലേക്ക് പോകുമ്പോ വാപ്പ സുജൂദിലേക്ക് പോയാൽ നമ്മളും സുജൂദ് പോകും. സുജൂദിലെ തല വെച്ചിട്ടുണ്ടാവും. അപ്പോഴേക്കും തല പൊക്കി പിന്നെ എല്ലാവരും ഇങ്ങനെ നോക്കും. കാരണം നമ്മളെ വയസ്സ് അത്രേ ഉള്ളൂ. എന്നാലും മോനെ 5 വയസ്സുള്ളപ്പോ ഈ നെറ്റിത്തടം കിബിലയിൽ വെച്ചില്ലേ? നമ്മുടെ കിബിലയിലേക്ക് തിരിഞ്ഞു നിന്നില്ലേ? ആ കിബിലയാണല്ലോ പരിശുദ്ധ കഅബാലയം. ആ കഅബ കണ്ണിൽ ആദ്യമായി അങ്ങ് പതിയുമ്പോ കരയാത്ത പണ്ഡിതനുണ്ടോ? കരയാത്ത അരിഫീങ്ങളുണ്ടോ? സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ മുഴുവൻ ആളുകളും അദ്ദുആഉ മുസ്തജാബത്തുൻ ഇൻദ റുഇയത്തുൽ കഅബ. ആദ്യമായി കഅബയങ്ങ് ആ കറുത്ത കില്ല കൊണ്ട് പൊതിഞ്ഞു കിടക്കുന്ന കഅബാലയം ആദ്യമായി കണ്ണിലങ്ങ് പതിയുമ്പോ അല്ലാ എന്താണോ റബ്ബിന്റെ അടിമയങ്ങ് നീട്ടുന്നത് ആ ദുആ അല്ലാഹു സ്വീകരിക്കും. അവൻ തട്ടുകയില്ലല്ലോ. എത്ര കണ്ടവനും പിന്നെയും പിറ്റത്തെ വർഷം പോയിട്ട് ആ കഅബയങ്ങ് കാണുമ്പോ കൺകുളിർമയാവില്ലേ? കണ്ണിൽ വെള്ളം മുടുകില്ലേ? കണ്ടോ ആ കഅബാലയം അങ്ങ് കാണുന്ന സമയത്ത് വല്ലാത്തൊരാനന്ദമാ. അതിന് വേണ്ടി ഇഹ്റാം ചെയ്യുകയാണ്. ആ വീട് കാണാൻ പോവുകയാണ്. അതിന് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യുകയാണ്. ഇഹ്റാം ചെയ്യുന്ന സമയത്ത് ഒരു തുണി പുതക്കുക, ഒരു തുണി ഉടുക്കുക, ബാക്കിയെല്ലാം അങ്ങ് മാറ്റിവെച്ചല്ലോ. എന്നിട്ട് നിസ്കരിക്കാൻ പറഞ്ഞു. നിസ്കാരം കഴിഞ്ഞിട്ട് സുന്നത്ത് നിസ്കരിച്ച് നെയ്യത്ത് വെക്കാൻ പോകുമ്പോ ഈ വാപ്പാരോട് ചോദിച്ചേ, എല്ലാവരോടും ചോദിച്ചു, അജരെ എല്ലാവരും പൊരുത്തപ്പെടിച്ചിട്ടില്ലേ? നമ്മൾ പോകുന്നത് കഅബ കാണാനാണ്, ഹജ്ജ് ചെയ്യാനാണ്. ഒരൊറ്റ കുട്ടിയോട് തെറ്റിയിട്ട് പോയാൽ, ദീനിന് വേണ്ടി അല്ലാതെ പിണങ്ങിപ്പോയാൽ ഈ ഹജ്ജും ഈ പണൊക്കെ വെറുതെ ആവും, നമ്മളെ കാശൊക്കെ വെറുതെ ആവും. അതുകൊണ്ട് എല്ലാവരോടും യാത്ര പറഞ്ഞു വെച്ചു. അപ്പം എല്ലാവരും ഒറ്റ സ്വരത്തിൽ എല്ലാവരോടും പൊരുത്തപ്പെടിച്ചു. അപ്പം ഈ ഇരിക്കേണ്ട ആചാര്യ 65 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അജിക്കാങ്ങൾ പൊരുത്തപ്പെടിച്ച് എല്ലാവരോടൊക്കെ എല്ലാവരോടും യാത്ര പറഞ്ഞു. എന്താവേശത്തിലറിയോ? അപ്പം ഞങ്ങൾ 2 മക്കൾ പുറത്ത് കരയുണ്ടേ. അപ്പൊ ചോദിച്ചു, ആ 2 കുട്ടികളോട് യാത്ര പറഞ്ഞു ചോദിച്ചു. സുബ്ഹാനല്ലാഹ്, 2 മക്കളോട് യാത്ര പറഞ്ഞു. ചോദിക്കേണ്ട താമസം ഈ മനുഷ്യൻ നെരി ചാടുമ്പോലെ ചാടും. ഹജ്ജിന് പോവുക അതല്ല ഉസ്താദ് ഞങ്ങളോട് മിണ്ടരുത് പറഞ്ഞു. അത് മാത്രം മിണ്ടരുത് പറഞ്ഞു. അല്ലോ
ഇനിയെങ്ങാനും പറഞ്ഞ ഉറപ്പാ നമ്മളെ തലക്കടിക്കുകയാണ്. ആജുമാരടിയിൽ നിന്ന് വഷളാക്കാൻ പറ്റുമോ? മിണ്ടിയില്ല. നമ്മളെ വായ കുത്തി. കാരണം ചാട്ടം കണ്ടപ്പോൾ നമ്മൾ പേടിച്ചു പോയി. നോക്കി നിങ്ങൾ, പ്രായം ചെന്ന മനുഷ്യനാ ചാടുന്നത്. ഇത് കഥ പറയില്ല കേട്ടോ, ഇത് ഒരു അനുഭവ. അങ്ങ് ചാടി, ഞങ്ങൾ മിണ്ടിയില്ല. അവിടുന്ന് പുറപ്പെട്ടു. നീണ്ട യാത്രയാണ്. മക്കളെങ്ങനെ പുറത്തുനിന്ന് കരയുന്നുണ്ട്. അങ്ങനെ യാത്ര ചെയ്ത് ജിദ്ദയിലെത്തി. അവിടുന്ന് പരിശുദ്ധമായ കഅബാലയത്തിന്റെ സ്ഥിതി കൊള്ളുന്ന നാട്ടിലെത്തുന്നു. റൂമിൽ പോയി കുളിച്ച് വൃത്തിയായി ഭംഗിയായി കഅബ കാണാൻ പുറപ്പെടുന്നു. ആ മസ്ജിദുൽ ഹറാം ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 1 ലക്ഷമല്ലേ? ഒരു സ്വലാത്ത് ചൊല്ലിയാൽ എത്രയാ? ഒരു ദിക്ർ ചൊല്ലിയാൽ എത്രയാ? ആ മത്താഫിലിരുന്ന് ഒരു ദിക്ർ ചൊല്ലുമ്പോൾ എത്ര കൂലിയാണ്? അവിടുന്ന് കാണുന്ന സ്ഥലം, ആ സ്ഥലത്തൂടെ നടക്കുന്നു മത്താഫിലങ്ങ്. അവിടുന്ന് മസ്ജിദുൽ ഹറാമിലേക്ക് കാലെടുത്ത് വെച്ച് നേരെ അങ്ങ് പോകുന്നു. ആ പവിത്രമായ പരിശുദ്ധമായ കറുത്ത കല്ല് കൊണ്ട് പൊതിഞ്ഞു കിടക്കുന്ന കഅബാലയം കണ്ണിൽ പതിയുമ്പോ ഹാജിമാര് മുഴുവനും ദുആ ചെയ്യുന്നു. ഒറ്റക്കും കൂട്ടമായും മത്താഫിലങ്ങ് എത്തി. സ്വർണ്ണപ്പാത്തിയുടെ താഴ്ഭാഗത്ത് നിന്ന് വല്ലാത്ത ദുആ, യാ അല്ലാഹ്. പരിശുദ്ധമായ പവിത്രമായ കഅബാലയത്തിന്റെ പരിസരത്ത് വെച്ച് എന്തൊരു വേദനിക്കുന്ന കണ്ണുനീരൊടുക്കുന്ന ദുആയാണ്. ഹാജിമാരും ഹജ്ജമ്മമാരൊക്കെ ദുആ ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്. കൂട്ടത്തിൽ നമ്മൾ ആചരിക്കുന്നു ആർക്കുന്നു. അപ്പോ കുട്ടികളോട് പിടങ്ങിയ ആ വാപ്പ, ആ ഹാജിയാര്, ആ മനുഷ്യരും നല്ല കരച്ചില. കഅബത്തിന്റെ കില്ല പിടിച്ച് വല്ലാത്ത ദുആയാണ്. അപ്പം എല്ലാം അടുത്തു പോയി. കാരണം കഅബല്ലേ, മത്താഫിലല്ലേ, 24 മണിക്കൂറും 10,000കണക്കിന് മലക്കുകൾ സഞ്ചരിക്കുന്ന സ്ഥലം. മനസ്സലിയാതിരിക്കുമോ? മെല്ലെ അടുത്തു പോയി. അല്ലോ ആജിയുടെ മനസ്സൊക്കെ അലിഞ്ഞു കാണും. സ്വർണ്ണപ്പാത്തിന്റെ ചോട്ടിലിങ്ങനെ എന്ന് കരയുമ്പോൾ പൊതുക്കെ പോയിട്ട്, ആജിക്കാ ഞങ്ങളെയും മറക്കരുത്, ഞങ്ങൾക്കും ദ്വാരക്കി, ഞങ്ങൾക്കൊക്കെ ദ്വാരക്കിട്ടാണ്. അപ്പം ഇയാൾ നല്ല സന്തോഷമായി. കൂട്ടത്തിൽ നിങ്ങൾ മക്കത്തെത്തിയിട്ട് നാട്ടിലൊക്കെ വിളിച്ചോ? നാട്ടിൽ വിളിച്ചു ഉസ്താദെ, എല്ലാവരും പറഞ്ഞു നമ്മുടെ മക്കത്തെത്തിയും റൂമിൽ വന്ന് ഉടനെ അങ്ങോട്ടാണ് വിളിച്ചത്. അപ്പം എല്ലാം ചോദിച്ചു, നിങ്ങളെ മക്കൾക്ക് വിളിക്കുക ചോദിച്ചു. ആ മനുഷ്യന്റെ മുഖം കടിച്ചു വന്നില്ലേ? മത്താഫെന്ന മനുഷ്യൻ പുലി അടുമ്പലെ ചാട്. ഇതിനും വലിയ അപ്പുറം എന്താ? പൊന്നു മക്കളെ, അവിടുന്ന് ഓടി. മത്താഫെന്ന ഓടുന്നത് ഈ മനുഷ്യന്റെ മുഖം കണ്ടപ്പോ പേടിയായി. എന്താണ് ആചാര്? അതുവരെ ഉസ്താദെന്ന് വിളിച്ചിട്ട് പിന്നെ മൈലേരേന്നായി. മാതാവെന്ന് അത് വലിയ വിഷമം തന്നെയാണ്. ചില കുട്ടികൾ അങ്ങനെ ഉണ്ടാവും. ഗൾഫിലൊക്കെ പോകുമ്പോൾ ഉസ്താദന്മാർക്കൊക്കെ അറിയാം. ചില കുട്ടികൾ, ചില ചെറുപ്പക്കാർ, അതൊക്കെ ഞങ്ങൾ കുറെ പഠിച്ചവരാട്ടോ. അതുകൊണ്ടാണ് ചിലപ്പോൾ ഉസ്താദെ ദ്വാരക്ക് എന്തേ ഒരു വിസക്ക് കൊടുത്തിട്ടുണ്ട്, ആയിക്കോട്ടെ, ഉസ്താദന്മാരുടെ ജോലി ഇപ്പോൾ അതാണല്ലോ, അൽഹംദുലില്ലാ ദ്വാരക്ക. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ഒരാഴ്ച കണ്ടു വരും, ഉസ്താദെ ദ്വാരക്ക് സാധ്യത ഉണ്ട്, എന്തേ കിട്ടാൻ സാധ്യത ഉണ്ട്, ആയിക്കോട്ടെ ദ്വാരക്ക. പിന്നെ ഒരാഴ്ച കണ്ടു വന്നു, വിസ കിട്ടിയെന്നാ കേൾക്കണേ, കൈ കിട്ടിയല്ല ഇപ്പം വരും, കിട്ടി ദ്വാരക്ക്. 3ആയിട്ട് 3 ഉസ്താദ് പോയി. 4ാമത് ഉസ്താദെ വിസ കിട്ടി, ദ്വാരക്കിട്ട വിസ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അറിഞ്ഞെന്താ വേണ്ട? അപ്പോൾ ഉസ്താദന്മാരൊക്കെ ദ്വാരിപ്പിക്കണ്ടേ? ടിക്കറ്റ് എളുപ്പം ശരിയാണ്. പിന്നെ ഒരുക്കൊന്നിട്ട് ഉസ്താദെ ടിക്കറ്റ് ശരിയായിട്ടുണ്ട് ദ്വാരക്ക്. പിന്നെ വന്നിട്ട് നാളെ പോണത്, നാളെ ഉസ്താദ് അവിടെ വരണം. ഇപ്പം എത്ര ഉസ്താദായി അറിയാം? ആകെ ഉസ്താദിൻ്റെ കളിയാണ്. ഈ കുട്ടി അങ്ങ് പോയി ഒരു കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആ പഴയ ഉസ്താദിൻ്റെ പള്ളിക്കുള്ളത്. ഇവങ്ങനെ ഫാൻ്റെ കിட்ட പുറത്ത്, ആ മൂല്യരെ സലാണ്ട്, അല്ലോ. അപ്പോണ്ടൊരു വിഷമം. പോകുമ്പോൾ എത്ര വട്ടം ഉസ്താദ് വിളിച്ചറിയോ? തിരിച്ചു ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും മൂല്യരെ. അത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ മെയിലേരെ എന്ന് വിളിക്കാം. വല്ലാത്ത വിഷമം തന്നെ കേൾക്കും. അത് ചെരിഞ്ഞാ വിളിക്കുക. ഇവിടെ മൂല്യരെ എന്നാണ്, ഇവിടെ മൊയിലേരേക്കാരാം, അവിടെ മെയിലേര്. അത് കേൾക്കുമ്പോൾ തന്നെ വിഷമാണ്. അങ്ങനെ കുറേ ഉണ്ട്. ചില ചെറുപ്പക്കാരങ്ങനെയാണ്. ഗൾഫിൽ പോയിട്ട് അള്ള നിഴമത്ത് കൊടുത്താൽ പിന്നെ ഉസ്താമാരൊക്കെ മൊയിലിയമാരായി. പിന്നെ ആ ശൈലിയായി മാറും. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയം പറഞ്ഞ ഈ ആചാര്യ മൈലേരെന്ന് വിളിച്ചത് മത്താഫെന്നേ. നമ്മളവിടുന്ന് ഓടി ഇഞ്ഞ് മിണ്ടണ്ടാറ്. 10-15 ദിവസം അത് അവിടെ താമസിക്കുന്നു. ഈമാനുള്ള മുസ്ലിമേ, ഇനി ഒരു സ്ഥലമാണ് ഉള്ളത്. ഇലാ ഹദ്റത്തിൻ നബിയിൽ മുസ്തഫ, ഇലാ മദീനത്തി റസൂലില്ലാഹ്, ഇലാഹി നജ്ജിനി മിൻ കുല്ലി ദീഖി ബിജാഹിൽ മുസ്തഫ ഖൈറുൽ ജമീഇ
ഫഹബിലി ഫീ മദീനതിഹി ഖറാറാ വരിസ്ഖൻ സുമ്മ ദഫ്നം ബിൽ ബഖീഇ. ഏകദേശം 40 കൊല്ലം മദീനയിൽ ദർസ് നടത്താൻ ഭാഗ്യം ലഭിച്ച മാലിക് റളിയല്ലാഹു അൻഹു 40 കൊല്ലം അവിടെ ദർസ് നടത്തി. ഓ പ്രിയപ്പെട്ട യുവാക്കളെ, വാഹനപ്പുറത്ത് സഞ്ചരിച്ചില്ല, അവിടുന്ന് ചെരുപ്പ് ധരിച്ച് നടന്നിട്ടില്ല. ഉറക്ക് വന്നപ്പോ മദീനയുടെ പുറത്തൊരിക്ക് പോയി കിടക്കേണ്ടി വന്നത് ചരിത്രത്താളുകളിൽ കാണുന്നു. ആ സമയത്ത് ശിഷ്യഗണങ്ങൾ ചോദിക്കുന്നു, ഉസ്താദേ എന്താണ് പുറത്ത് വന്ന് കിടക്കുന്നത്? മക്കളെ, ഞാനങ്ങ് മദീനയിൽ കിടക്കുമ്പോ ഉറക്കിൽ അറിയാതെ എൻ്റെ കാല് റസൂലുള്ള കിടക്കുന്ന ഭാഗത്തേക്ക് നീട്ടിപ്പോയാൽ എൻ്റെ ഹബീബിന്റെ ശഫാഅത്ത് ലഭിക്കുമോ? അത് പേടിച്ചിട്ടാ പുറത്ത് വന്ന് കിടക്കുന്നത്. ബഹുമാനപ്പെട്ട മാലിക് റളിയല്ലാഹു അൻഹു ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ യാ സയ്യിദസ്സാദാതി ജുതുക ഖാസിദാ അർജൂ റിളാക വ അഹ്തബി ബിഹിമാക. നേതാവായ നബിയേ, നേതാക്കളിൽ നേതാവായ നബിയേ, വ അഹ്തമി ബിഹിമാക, അവിടുത്തെ പൊരുത്തം വേണം. അവിടുന്ന് പള്ളി ഉദ്ദേശിച്ച് വന്നതല്ല. ഓ എന്റെ അനുജാ, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ജിഅ്തുക ഖാസിദാ, മദീനത്തെ പള്ളി ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ വന്നത്, തങ്ങളെ മാത്രം ലക്ഷ്യം വെച്ച് വന്നിരിക്കുകയാണ്. അവിടുത്തെ പൊരുത്തം വേണം നബിയേ, അവിടുത്തെ ഹിമായത്ത് വേണം നബിയേ. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ, ഓ എന്റെ ജ്യേഷ്ഠാനുജന്മാരെ, 3 ദിവസമേ മദീനയിൽ താമസിക്കൂ. അവിടെ മൂത്രമടിക്കില്ല, കാഷ്ടിക്കുകയില്ല. അബൂ ഹനീഫ തങ്ങള് മദീനയിൽ ചെല്ലുമ്പോ 3 ദിവസം അങ്ങ് താമസിച്ച് പെട്ടെന്ന് പോകുന്നതാണ്. ജീവിതത്തിൽ മദീനയിൽ അവിടുന്ന് മൂത്രമടിച്ചില്ല. തക്രീമൻ ലിതുർബത്തി മുഹമ്മദിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, തക്രീമൻ ലിതുർബത്തി മദീന, മദീനയിലെ മടൽത്തരികളെ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് അവിടെ മൂത്രമടിക്കുന്നില്ല. ഒരിക്കൽ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യഗണങ്ങൾ പിടിച്ചു വെച്ചു. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു സിയാറത്തിന് പോയപ്പോ അവിടെ വെച്ചതാ പിടിച്ചു വെക്കുന്നു. അവിടെന്ന് പറയുന്നു, ഇമാമുൽ അഅ്ലം തങ്ങളെ, നിങ്ങൾ പെട്ടെന്ന് പോകരുത്. 8 ദിവസത്തോളം അവിടെ താമസിപ്പിച്ചു. 8 ദിവസം കഴിയുമ്പോ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇനി എന്നെ പിടിച്ചു നിർത്തരുത്. മുതഅല്ലിമീങ്ങളെ വിളിച്ചിട്ട് പറയാ, ഓ മദീനയിലെ മക്കളെ, എന്നെ പിടിച്ചു നിർത്തരുത്. ഇനി നിർത്തിയാൽ ഞാൻ മരിക്കും. ഞാൻ 8 ദിവസമായി താമസിച്ചിട്ട് ഇവിടെ മൂത്രമൊടിച്ചിട്ടില്ല. ചെറുപ്പക്കാരെ, കറാമത്ത് തന്നെയല്ലേ? ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മൂത്രമൊടിക്കാത്ത മദീന. ബീവി ആയിഷ, ചൊല്ലിക്കോളൂ, ബീവി ഫാത്തിമ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഈ മഹാന്മാര് മുഴുവനും സഞ്ചരിച്ച മണ്ണാൻ, കിടക്കുന്ന മണ്ണാൻ. 10,000 സ്വഹാബികളാണ് ജന്നത്തുൽ ബഖീഇൽ കിടക്കുന്നത്. എന്തൊരു ബർക്കത്താണ്, എന്തൊരു ബർക്കത്തുള്ള സ്ഥലമാണ്. ആ മദീനയിലേക്ക് പോകുമ്പോ അത്തൈതു ഇലൈക യാ സനദി വ അൻത ഖൈറതി ലിഗദി ശഫീഅൽ ഖൽഖി ഖുദ് ബിയദി വകുൽ ഗൗതി റസൂലല്ലാഹ്. നബിയേ, 20 കൊല്ലം പച്ചക്കുബയിലേക്ക് നോക്കിയിട്ട് ഗ്രന്ഥം രചിച്ചു പോയ പണ്ഡിതന്മാരല്ലേ 30 കൊല്ലമായി മദീന പതിവാക്കി പച്ചക്കുബയിലേക്ക് നോക്കി ആയിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലുന്ന മഹാന്മാരല്ലേ? എത്രയെത്ര വലിയ മഹാരഥന്മാരാ! ആ മഹത്തുക്കളൊക്കെ നബി തങ്ങളുടെ പൊരുത്തം ആഗ്രഹിച്ചിട്ട് അവിടെ പോയിക്കൊണ്ട് നിരവധി സ്വലാത്ത് ചൊല്ലുന്ന മദീന. ഞാൻ ആ മഹത്വത്തിലേക്ക്, മദഹിലേക്ക് കിടക്കുന്നില്ല. ആ മദീനയിലേക്ക് പോകുമ്പോ ഹാജിമാർ
ഹാജിമാരൊക്കെ പോകുമ്പോ പച്ചക്കുബ്ബയങ്ങ് കാണുന്ന സമയത്ത് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. നബിയേ സലാം ചൊല്ലുന്നു. മദീനയിലേക്ക് അതാ സലാം ചൊല്ലുകയാണ്. കരയാത്ത ഹാജി ഉണ്ടാവില്ലപ്പോ. കുബ്ബയങ്ങ് കാണുമ്പോ, ആ പച്ചക്കുബ്ബയങ്ങ് കാണുമ്പോ സ്വാഭാവികമായി അങ്ങ് കരഞ്ഞു പോകും. സന്തോഷത്തിന്റെ കരച്ചിലാണ്. മദീനയിൽ ചെന്നു. പിതാക്കളെ, ഏറ്റവും നല്ല പുതിയ കുപ്പായം ധരിക്കേണ്ടത് മദീനയാണ്. ഏറ്റവും നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിക്കേണ്ടത് മദീനയാണ്. ആ മദീനയിൽ വെച്ച് നല്ല വസ്ത്രം ധരിച്ച് അൽഹംദുലില്ലാഹ് ഇനിയതാ പോകുന്നു നബിത്തങ്ങളിലേക്ക് സലാം ചൊല്ലാൻ വേണ്ടി. ആ പച്ചക്കുബ്ബയുടെ ചുവട്ടിൽ വെച്ച് ധാരാളം സ്വലാത്ത് ചൊല്ലുന്നു. പച്ചക്കുബ്ബയുടെ ചുവട്ടിൽ വെച്ച് അങ്ങനെ സ്വലാത്ത് ചൊല്ലുന്ന അതൊരു വല്ലാത്ത രംഗമല്ലേ. അവിടുന്ന് സ്വലാത്ത് ചൊല്ലി മനസ്സ് പാകപ്പെടുത്തിയിട്ട് ചില ആളുകളൊക്കെ അടുത്തേക്ക് പോകും. റസൂലുള്ളാഹിന്റെ തൊട്ടടുത്തേക്ക് പോകുന്നു. അങ്ങനെ സ്വലാത്ത് ചൊല്ലി നബിത്തങ്ങളുടെ അടുത്തേക്ക് പോകാൻ പച്ചക്കുബ്ബയുടെ പരിസരത്തങ്ങനെ നിൽക്കുമ്പോ ഹാജിമാരൊക്കെ കരയുകയാണ്. യാ റസൂലല്ലാഹ്, നബിയേ ഒരു ചെറിയ ഇരിപ്പിടം എനിക്ക് മതി, കുബ്ബയും അവിടുത്തെ ബഖീഇൽ എനിക്ക് വേണം. എന്തൊരു ദുആയായിരിക്കും. പല ആളുകൾക്കും പല ആഗ്രഹങ്ങളാണ്. ആ ദുആ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കഥാപുരുഷൻ നല്ല കരയുന്നുണ്ട്. വിഷയം മറന്നില്ലല്ല? ഇല്ലല്ല, നമ്മൾ ആചാര്യം മറന്നിട്ടില്ലല്ല. ആ പച്ചക്കുബ്ബന്റെ ചുവട്ടെന്ന് പിതാക്കളെ, ഈ ആചാര്യ നല്ല കരച്ചില്ല. 2 പ്രാവശ്യം നമ്മള് പുലി നെരി നിറപ്പോ നമ്മൾ പാഞ്ഞു ഇങ്ങോട്ട്. ഇനി നമ്മളിത് ബണ്ടല്ലോ, ഒന്ന് അങ്ങോട്ടും ചൂടാവണമല്ലോ. ഇതെപ്പോഴും ചൂടാവാതെ എങ്ങനെ എന്നുണ്ടല്ലോ നമ്മുടെ തലകേറിയിരിക്കും. ഒരു ഉസ്താദ് കുട്ടികളെ പഠിപ്പിക്കുന്ന, മദ്രസ പഠിപ്പിക്കുന്ന ഒരു ഉസ്താദ്, കുട്ടികൾ നല്ല കളിയില്ല. റൂമിൽ പോയിട്ട് നിങ്ങൾ ആരും കളിക്കരുത്. പിന്നെയും നല്ല കളിയാ. പിന്നെയും മക്കളെ നിങ്ങൾ ആരും കളിക്കരുത്. ഉസ്താദിന്റെ തോള് കയറിയിരിക്കും കുട്ടികൾ. ആരടാ? അല്ലാ, നീ 2 ദിവസം നോക്കണ്ട. കുട്ടി മിണ്ടൂല. ആരൊറ്റ വിളി. എപ്പോഴും ആരടാ വെച്ചപ്പോ കുട്ടിക്ക് അപ്പം എല്ലാ നിലയും പോയിട്ട് അത് പറ്റൂല. എല്ലാ നിലയും പോകും. ഇടയ്ക്കൊന്ന് വിളിക്കണം, ആരടാന്ന് വെച്ചാൽ. അതാ ശൈലിയിലങ്ങ് നിൽക്കുമ്പോൾ ചൂടാവേണ്ട സ്ഥലത്ത് ചൂടാണ്. ഇതെങ്ങനെ നമ്മളുണ്ടല്ലോ, ആ പഴയ ശൈലി പറ്റൂല. റസൂലുള്ളാഹിന്റെ പച്ചക്കുബ്ബന്റെ ചുവട്ടുന്ന് പോയി ഞങ്ങൾ 1-2 പേരങ്ങ് പോയിട്ട് ഈ മനുഷ്യനോടെ 2 പ്രാവശ്യം ആളും ഇങ്ങോട്ട് ചാടിയല്ലേ. പുലി ചാടും പോലെ മൈലേര വിളിച്ച് ചാടിയില്ലേ. ഇനി അങ്ങോട്ട് വിടാനേ പറ്റൂല. ആചാര്യ നല്ല കരച്ചില റസൂലുള്ളാഹിന്റെ മുമ്പെന്ന് ആണ് ചെന്നിട്ട് പറഞ്ഞ ആചാര്യ നിർത്തിക്കളി നിങ്ങളെ കരച്ചില്. റസൂൽ നിങ്ങൾക്ക് മാപ്പ് തരൂല. കണ്ണടിച്ച് തുറക്കുന്ന സമയം മക്കളോട് പടങ്ങുന്നവൻ എന്നിൽപ്പെട്ടവനല്ല, അത് മോശമാണ് എന്ന് പഠിപ്പിച്ച നേതാവ് അവിടെ കിടക്കുന്നത്. റസൂൽ നിങ്ങൾ ആട്ടിവിടും മനുഷ്യ. 4 വച്ചം കിട്ടപ്പോ ഉസ്താദേന്റെ മക്കളെ നമ്പറുണ്ടായി. സുബ്ഹാനല്ലാഹ്. മദീനത്തുനിന്ന് മക്കളെ മനസ്സറിയാത്തുണ്ടോ? മദീനത്തുനിന്ന് മനസ്സറിഞ്ഞ് ഖിയാമത്ത് നാൾ വരെ മനസ്സറിയോ? ഈ ആചാര്യ ഉസ്താദേ എൻ്റെ കുട്ടികളെ നമ്പറുണ്ടോ? അപ്പ നമ്പർ അടിച്ചു കൊടുത്തില്ലേ. ആ കുബ്ബന്റെ ചോട്ടുന്ന് ഈ വാപ്പ മോനെ ഹമീദേ, ഒരു മോനെ ഹമീദാണ്, വിളിച്ചിട്ട് പറഞ്ഞു ഹമീദേ ഉപ്പയാണ്. മക്കളെ ഉപ്പ പച്ചക്കുബ്ബന്റെ ചോട്ടുന്ന് എൻ്റെ കുട്ടികൾ പൊരുത്തപ്പെട്ടാണ്. എന്ത് കരച്ചിലാണ് അറിയോ ഫോൺ ചെയ്തിട്ട്. സുബ്ഹാനല്ലാഹ്. ഹജ്ജ് കഴിഞ്ഞ് നാട്ടിലെത്തി എയർപോർട്ടിൽ മക്കള്, ആ വാപ്പിയും മക്കളും അണച്ചുകൂട്ടലുണ്ട്. വല്ലാത്തൊരനുഭൂതി. ഇന്ന് അവരൊക്കെ ഗൾഫിലാണ്. വാപ്പിയും ഗൾഫില, മക്കളും ഗൾഫിൽ. ഉപ്പയെ കൊണ്ടുപോയിട്ടുണ്ട്. എന്താ കാരണം എന്നറിയോ പിതാക്കളെ? ഈ മക്കൾക്ക് വാപ്പല്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റൂല. വാപ്പാക്ക് മക്കളും വേണം. എന്തൊരു ബർക്കത്തിൽ. എപ്പോഴും ഇടക്കിടക്ക് ഫോൺ ചെയ്യാറുണ്ട്. എന്തൊരു ബർക്കത്തുള്ള ജീവിതം അറിയോ? എന്തിനാണ് എൻ്റെ ഉപ്പമാരെ ആ പാവപ്പെട്ട മക്കളോട് പടങ്ങുന്നത്? നമ്മളെ കുട്ടികളല്ലേ. മാതാപിതാക്കളെ, നമ്മളെ മക്കൾ പാവങ്ങളാ. അഫ്വ് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ മാപ്പ് കൊടുക്കുക. സാധുക്കളെ നമ്മൾ നീട്ടി വെക്കണ്ട. ആ പാവങ്ങൾക്ക് നമ്മൾ അഫ്വ് ചെയ്യുക. അല്ലാഹു നമ്മുടെ കുട്ടികളെ നന്നാക്കി തെരുമാറാവട്ടെ. മക്കളെ, നിങ്ങളോട് ഒന്നും കൂടെ ആവർത്തിക്കുന്നു, നമ്മൾ ഉമ്മി ബാപ്പി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മൾ അഫ്വ് ചെയ്യുക. ആ സാധുക്കൾക്ക് നമ്മൾ അഫ്വ് ചെയ്ത് കൊടുക്കും. ചിലപ്പോൾ ഉമ്മൊക്കെ പടങ്ങിയാൽ ഞങ്ങൾ പതുക്കെ പോയി നോക്കി. ഉമ്മ ഇങ്ങനെ കരച്ചിലാണെങ്കിൽ ഉമ്മ പടങ്ങിങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പം ഉമ്മ വെല്ല പോയിട്ട് പുറത്ത് തോണ്ടി നോക്കി. നിങ്ങൾ വെറുതെ തോണ്ടണ്ടാ, പിണങ്ങിയാൽ പോയിട്ട് തോണ്ടിയാൽ മതി. പിണങ്ങിയിട്ടുണ്ടെങ്കിൽ ഉമ്മാനെ തോണ്ടി നോക്കി. ഉമ്മ ഒന്നും മിണ്ടൂല. ഉമ്മ ഓടാടുന്നു. കഴിഞ്ഞു. ഉമ്മയുടെ മനസ്സ് പോയി. എത്ര പടങ്ങിക്കോട്ടെ, ഉമ്മാനെ വെറുതെ തോണ്ടി നോക്കി. ഉമ്മ
രണ്ടാമത് ഉമ്മ വിളിച്ച പോടാതെന്ന് പറഞ്ഞാൽ അതോടെ കഴിഞ്ഞു. ഉമ്മ ചുരുക്കും. അല്ലെങ്കിൽ ഉമ്മ അങ്ങ് ചോറ് കഴിച്ചോക്കട്ടെ. ആ സാധു പെറ്റ ഉമ്മ അങ്ങനെ ഭക്ഷണം കഴിക്കുക. അടുത്തുനിന്ന് കുറേ നേരം ഒന്നും മിണ്ടില്ല. ഞാൻ പോട്ടമ്മ പോട്ടേന്ന് പറയും. കുട്ടി എത്ര പ്രായമുള്ള മോനായിക്കോട്ടെ, ചിലപ്പോൾ 40 വയസ്സുള്ള മകനായിക്കോട്ടെ, പോട്ട് എടാ ഇതാണ് തിന്നു വയ്ക്കോ, ചോറ് വെച്ച് വയ്ക്കോ. അതാ നമ്മളെ ഉമ്മ. ഈ ഉമ്മാനൊക്കെ കൈയൊഴിക്കുന്ന മക്കളെ നമ്മളെ ആക്കിപത്ത് കേടി വരൂലേ? ആ പാവങ്ങളെ കണ്ണുനീരൊഴിപ്പിക്കരുത്. ആ സാധുക്കളെ അവസാന കാലഘട്ടത്തിൽ വേദനിപ്പിക്കരുത്. പ്രായമെത്തിയ ഉമ്മമാരെ വേദനിപ്പിക്കരുതേ എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രസംഗം നിർത്തട്ടെ. മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. സഹോദരിമാരെ, കാലഘട്ടം വരീമസമായ സാഹചര്യത്തിൽ ഉമ്മമാരോടൊരു വാക്ക് എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ സഹോദരിമാരെ, ദീന് മറന്നുകൊണ്ട് നിങ്ങൾ നടക്കരുത്. റസൂലുള്ളാഹിനെ മറന്നിട്ട് നടക്കരുത്. എൻ്റെ സഹോദരിമാരുടെ സംഭവം പറയാൻ ആഗ്രഹമുണ്ടായിരുന്നു. സമയം വല്ലാതെ വൈകിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിലും 1 മണിക്കൂർ വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഉമ്മമാരുടെ മുന്നിൽ ഒരു ജീവിതം, അസ്മാ ബീവിയുടെ ഒരു സംഭവം നിങ്ങളുടെ മുന്നിൽ വെക്കണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇനി ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഏറ്റവും വലിയ മഹദിയായ ബീവി അസ്മാ റളിയല്ലാഹു അൻഹ, എൻ്റെ പിതാക്കളെ നിങ്ങൾക്ക് വെറുക്കരുതെന്ന് പറഞ്ഞു ഒറ്റ മിനിറ്റിൽ അസ്മാ ബീവി സുബൈർ തങ്ങളുടെ ഭർത്താവാണ്. അസ്മാ ബീവിയെ രാത്രി കാണാനില്ല. എവിടെ പോയി അസ്മാ? എന്തേ സംഭവം? നോക്കുമ്പോ ഭാര്യ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പോയിരിക്കുകയാണ്. അവിടെ നിന്ന് പറഞ്ഞു, അസ്മാ രാത്രി ഭർത്താവ് ഉറക്കം എഴുന്നേറ്റ് ഭാര്യയെ കാണാതെ ചെന്ന് നോക്കുമ്പോ എന്തു പറ്റി അസ്മാ? ഭർത്താവേ, എൻ്റെ ഉപ്പ അബൂബക്കർ സിദ്ദീഖ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അസ്മാ നിങ്ങളുടെ സ്വർഗം കിടക്കുന്നത് സുബൈറിന്റെ കാലിന്റെ ചുവട്ടിലാണ്. ഞാൻ നിങ്ങളെ ആരിലേക്കാണോ ഏൽപ്പിക്കുന്ന അവരുടെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗം. ഒരിക്കലും തന്നെ അവിടെ പൊരുത്തമില്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ആ സുബൈറിനെ നിങ്ങൾ വേദനിപ്പിക്കുന്നൊരു വാക്ക് പറയരുത്. ഭർത്താവരെ ബുദ്ധിമുട്ടിക്കുന്നൊരു വാക്ക് പറയരുതേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മകളായ അസ്മയോട് പറയുമ്പോ, ഓ സുബൈർ തങ്ങളെ, രാവിലെ എഴുന്നേൽക്കുമ്പോ നിങ്ങൾക്ക് വെള്ളമുണ്ട, ചായ ഉണ്ടാക്കിത്തരാനുള്ള വെള്ളമില്ല. നിങ്ങളെ ഉറക്കിക്കിടത്തിയിട്ട് ഞാൻ വെള്ളത്തിന് വേണ്ടി വന്നതാൻ. രണ്ടുപേരും വല്ലാത്ത കരച്ചിൽ. അവിടുന്ന് രണ്ടുപേരും അങ്ങുമിങ്ങും ഉപദേശിക്കുന്നത് കാണാം. നമ്മുടെ സമയം അതിന് അനുവദിക്കുകയില്ല. സുബൈർ റളിയല്ലാഹു അൻഹു അങ്ങോട്ടൊരു 3 ഉപദേശം, അസ്മാ ബീവി ഇങ്ങോട്ടൊരു 3 കാര്യം. വല്ലാത്ത വേദനിപ്പിച്ച, രണ്ടുപേരും വല്ലാതെ കരഞ്ഞുപോയ ഒരു ഉപദേശമാണ്. അന്ന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ, ഞാനാണ് ഇൽമിന്റെ പട്ടണം, ആ പട്ടണത്തിലേക്കുള്ള കവാടം എൻ്റെ അലിയാൻ. ഫാത്തിമയെ വിളിച്ചിട്ട് റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഫാത്തിമ എൻ്റെ മകളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അലിയുടെ പൊരുത്തത്തോടെ മരിക്കാൻ കഴിയണം. ഉമ്മമാരെ, നിങ്ങളുടെ ജീവിതം അവിടെയാണ്. ആ ഭാഗമൊന്ന് ശ്രദ്ധിക്കണം. തറക്കാ ഫിറാശഹുമാ വഖാമാ ഫിദ്ദുജാ വതലദ്ദദാ ഫീ തഅത്തിർ റഹ്മാനി. ഇനി പറയുമ്പോൾ അങ്ങോട്ട് പറഞ്ഞു പോകും. ഉമ്മമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, അവിടുത്തെ നിങ്ങളുടെ ഭർത്താക്കന്മാർ അവരാണ് നിങ്ങളുടെ വിജയത്തിന്റെ ഭാഗങ്ങൾ. ഭർത്താക്കന്മാരെ വെറുപ്പിക്കരുത്, ഭർത്താക്കന്മാരെ നിന്ദിച്ചു പോകരുത്, ഭർത്താക്കന്മാരെ വെറുപ്പിക്കുന്നൊരു വാക്ക് തമാശക്ക് പോലും പറയരുത്. മോളെ, നിന്റെ ദുനിയാവ് നഷ്ടപ്പെടും, നിന്റെ ആഖിറവും നഷ്ടപ്പെടും. അത് സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, പുരുഷന്മാരെ, നമ്മുടെ പെൺകുട്ടികൾ പാവങ്ങളാണ്. നമ്മുടെ ഭാര്യമാർ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലും മാപ്പ് കൊടുത്തോ, ആ പാവങ്ങളെ കൈയൊടിക്കല്ല. ഉമ്മയുടെ വാക്ക് കേട്ടോ, ഉപ്പയുടെ വാക്ക് കേട്ടോ, എൻ്റെ ഞാൻ ഈ പ്രസംഗം
പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, എന്തൊക്കെ പറഞ്ഞാലും ഉമ്മ നമ്മുടെ മകളെ, നമ്മുടെ ഭാര്യയെ ആട്ടിവിടണമെന്ന് പറയുമ്പോ മോനെ അരുതോ, ആ പെൺകുട്ടിയെ വീട്ടിലേക്ക് പറഞ്ഞു വിടണം, അവിടെ തലാക്ക് ചൊല്ലിക്കോ. മനുഷ്യ, ഉമ്മയുടെ വാക്ക് കേട്ടിട്ട് ആ പെൺകുട്ടിയുടെ കണ്ണുനീര് കുടിപ്പിക്കല്ല, ആ പെണ്ണിന്റെ കഞ്ഞിമുടക്കല്ല, ആ പെണ്ണിന്റെ ഭാവികളെയല്ല. അത് സൂക്ഷിക്കടേ. ഉമ്മ പറഞ്ഞാൽ ക്ഷമിക്കുക, അവരെന്ത് പറഞ്ഞാലും ക്ഷമിക്കുക. ഈ പെൺകുട്ടിയെ കൈയൊടിക്കരുത്. അവര് തമ്മിലുള്ളൊരു പോരാട്, അവർ തമ്മിലുള്ള പ്രശ്നമാണ്. അത് കാരണമായി നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന പ്രിയപ്പെട്ട സഖി, ആ പെണ്ണിനെ കൈയൊടിക്കരുതെന്ന് ഓർമ്മപ്പെടുത്തി റഹ്മാനായ റബ്ബ് നമ്മയൊക്കെ സജ്ജനങ്ങളിൽ സ്വാലിഹീങ്ങളിൽ പെടുത്തി തെരുമാറാവട്ടെ. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ